ഓം ദൈവമേ കാത്തുകൊള്ളുന്നു, കൈവിടാതിങ്ങു ഞങ്ങളെ. നാവികൻ നീ ഭവാബ്ധിക്ക് ഒരാവിവൻ തോണി നിൻ പദം. ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ടെണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ളം നിന്നിലസ്പന്ദമാകണം. അന്നവസ്ത്രാദി മുട്ടാതെ തന്നു രക്ഷിച്ചു ഞങ്ങളെ. ധന്യരാക്കുന്ന നീ ഒന്നു തന്നെ ഞങ്ങൾക്കു തമ്പുരാൻ. ആഴിയും തിരയും കാറ്റും ആഴവും പോലെ ഞങ്ങളും, മായയും നിൻ മഹിമയും നീയുമെന്നുള്ളിലാകണം. ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ. ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഗുരുരാദിരനാദിച്ഛ ഗുരു പരമദൈവതം. ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം. ഏകം നിത്യം വിമലമജലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. ജയ നാരായണ ഗുരുപ്രിയേ ശിവഗിരീശ്വരീ ശാരദേ ചതുരാസ്യാക്ഷി ശരചന്ദ്രമരീചികേ. ഓം സഹനാവവതു സഹനോ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. അഖണ്ഡ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങളുടെ പാവന പാതാരവിന്ദങ്ങളിൽ കോടി കോടി മനോമലരുകൾ അർപ്പിച്ചുകൊണ്ടും ആ മഹാഗുരുവിലേക്ക് എന്നെ കൈപിടിച്ചു നയിക്കുന്ന ആചാര്യപാദങ്ങളിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടും ഇത്രയും ബഹുമാന്യനായ യോഗത്തിൻ്റെ അധ്യക്ഷൻ കാലടി SNDP യോഗം ശാഖയുടെ സെക്രട്ടറി ശ്രീ സുകുമാരൻ അലങ്കശ്ശേരി അവർകൾ, യോഗം ഉദ്ഘാടനം ചെയ്ത് നമ്മെ ധന്യനാക്കിയ കാലടി SNDP യോഗം ശാഖയുടെ പ്രസിഡന്റ് ശ്രീ ഷൈജു കണക്കശ്ശേരി അവർകൾ, കാലടി ശാഖയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർ പൽപു സ്മാരക കുടുംബ ക്ഷേമ സമിതിയുടെ ബഹുമാന്യനായ യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ പ്രേംകുമാർ അവർകൾ, സെക്രട്ടറി ശ്രീ ജയൻ അമ്പാട്ടുപറമ്പിൽ അവർകൾ, ജനറൽ കൺവീനർ ശ്രീ ബിനോയ് ബോസ് അവർകൾ, ജോയിന്റ് കൺവീനർ ശ്രീ അനീഷ് രാജു അവർകൾ,
കാലടി SNDP യോഗം ശാഖയുടെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ NB ചന്ദ്രൻ അവർകൾ, അങ്കമാലി SNDP യോഗം ശാഖയുടെ സെക്രട്ടറി ശ്രീ KK വിജയൻ അവർകൾ, കാലടി ശാഖയുടെ കമ്മിറ്റി അംഗം ശ്രീ സുഗു വിളങ്ങാട്ടിൽ അവർകൾ, മുൻ വൈസ് പ്രസിഡന്റ് ശ്രീ N ജയൻ ശങ്കരൻ അവർകൾ, ഗുരുധർമ്മ പ്രചരണ സഭ ഒക്കൽ യൂണിറ്റിന്റെ സാരഥിയും പ്രശസ്ത ആർട്ടിസ്റ്റുമായ ശ്രീ MB ജയപ്രകാശ് അവർകൾ, വനിതാ സംഘം സെക്രട്ടറി ശ്രീമതി ലേഖ വത്സൻ അവർകൾ, യൂണിറ്റ് കമ്മിറ്റി അംഗം ശ്രീ ബിന്ദു ഹരിദാസ് അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന മറ്റ് ബഹുമാന്യ വ്യക്തികളെ, ഇതര ശാഖയിൽ നിന്നും യൂണിയനിൽ നിന്നും എത്തിയിട്ടുള്ള ഭാരവാഹികളെ, ഗുരുപദം TVയുടെ സാരഥി ശ്രീ അനീഷ് ആനന്ദ്, സ്നേഹം നിറഞ്ഞ എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ഒരു ആത്മനിർവൃതി അനുഭവപ്പെടുന്നുണ്ട് ഇങ്ങനെ ഒരു വേദിയിൽ വന്ന് നിൽക്കുമ്പോൾ. കാരണം ഇതൊരു കുടുംബക്ഷേമ സമിതിയാണ്. എന്നിട്ടും SNDP യോഗം ശാഖയിലോ അല്ലെങ്കിൽ ഒരു വലിയ യൂണിയൻ സംഘടിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെ അതിന്റെ വാർഷികത്തോടനുബന്ധിച്ച് ഒരു ശ്രീനാരായണ കൺവെൻഷൻ, ശ്രീനാരായണ ഗുരുവിനെ അറിയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഗുരുസാഗരം എന്ന പേരിൽ, അതും മനോഹരമായി നമ്മുടെ ജയപ്രകാശ് സാറ് ഡിസൈൻ ചെയ്ത നോട്ടീസോട് കൂടിയിട്ട് അത് ആളുകളിലേക്ക് ആകർഷണീയമാകുന്ന തരത്തിൽ എത്തിച്ചുകൊണ്ട് തന്നെ ആളുകളെ ക്ഷണിച്ചുകൊണ്ട് വളരെ മാസങ്ങൾക്ക് മുൻപ് തന്നെ ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനം ഇതിന്റെ പ്രവർത്തകര് ആരംഭിച്ചതാണ്. അത് ജയപ്രകാശ് സാറ് വഴി ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന് എന്തായാലും വഴികാട്ടിയായിട്ട് നിന്നത് മലയാറ്റൂർ ശാഖയാണ് എന്ന് ഉദയൻ ചേട്ടനും രാജേഷ് ചേട്ടനും ഒക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. അവിടെ തൊട്ട് ഇങ്ങോട്ട് ജയപ്രകാശ് സാറിന്റെ കൈപ്പടയിലുള്ള നോട്ടീസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. എവിടെയാണെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിലാണെങ്കിലും പോസ്റ്റ് ചെയ്താൽ പെട്ടെന്ന് അത് ആളുകളിലേക്ക് ആകർഷണീയമാകുന്ന തരത്തില് ഈ ഒരു ഭാഗത്തേക്കൊക്കെയും കാലടി, മലയാറ്റൂര്, ഒക്കൽ ഭാഗങ്ങളിലൊക്കെയും ഇങ്ങനെ മഹാഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് ഗുരുവിനെ അറിയിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് പ്രവർത്തനങ്ങൾ നടന്നു വരുന്നത് കാണുമ്പോൾ ഒരു ശ്രീനാരായണ ധർമ്മ പ്രചാരക എന്ന നിലയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ ഒക്കൽ ശാഖയില് ഗുരുജ്ഞാന സരണി എന്ന പേരിൽ ഒരു കുടുംബ യൂണിറ്റ് വാർഷികത്തില് 3 ദിവസം നീണ്ടു നിന്നിരുന്ന ഒരു പ്രോഗ്രാമിലും എനിക്ക് പങ്കെടുക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചു. അപ്പൊ ഭഗവാൻ ഇങ്ങനെ ഒരു വേദിയിൽ കൊണ്ടുവന്ന് നിർത്താനായിട്ട് തന്ന ആ നിയോഗത്തിലുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് തന്നെ നമ്മുടെ സമയം ഇന്ന് വൈകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റു മുഖവുരകളൊന്നുമില്ലാതെ തന്നെ വിഷയത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ഇന്ന് നമ്മള് ചർച്ച ചെയ്യുന്ന വിഷയം നേരാം വഴി ഗുരു എന്നുള്ളതാണ് നോട്ടീസിൽ കൊടുത്തിട്ടുള്ളത്. ഒരു ഗുരു കാട്ടിത്തരുന്ന നേരായ വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടുന്നതിന്റെ ആവശ്യകത എന്താണ്, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് പ്രായോഗികമാണോ എന്നുള്ള 2 കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പൊ ജീവിതത്തില് ഒരു ഗുരു ഉണ്ടായിരിക്കേണ്ടുന്നതിന്റെ ആവശ്യകത എന്ത് എന്ന് ചോദിച്ചാല്, ഇപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാല്, ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് പ്രിയപ്പെട്ട പ്രേംകുമാർ ചേട്ടൻ എന്നെ പലതവണയായിട്ട് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോഴൊക്കെ പറഞ്ഞു, കാലടി പാലം എത്തുമ്പോ കാലടി പാലത്തിൽ നിന്ന് നേരെ വന്ന് കുറച്ച് മുന്നോട്ട് മാറിക്കഴിയുമ്പോൾ റൈറ്റിലേക്ക് ഒരു വഴിയുണ്ട്, അതാണ് ശരിയായിട്ടുള്ള വഴി. എന്നാൽ ചിലപ്പോൾ ഈ കാലടി പാലത്തിൽ ഒരു ബ്ലോക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലോക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മലയാറ്റൂർ വഴി കയറി വേണം വരാൻ. കൃത്യമായിട്ട് എനിക്ക് ആ ഒരു വഴി പറഞ്ഞു തന്നിരുന്നു. ഒരു മാപ്പ് എങ്ങനെയാണോ നമ്മൾ മനസ്സിൽ വരച്ചിടുന്നത്, അതുപോലെ കൃത്യമായിട്ട് ഓരോ സ്പോട്ടും പറഞ്ഞു തന്നു വന്നത് കൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ ആ ഒരു രൂപം ഉണ്ടായിരുന്നു വഴിയുടേത്, എങ്ങനെ വരണമെന്ന്. എന്തായാലും ചെറിയ ബ്ലോക്കുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ നേരായ വഴിയിലൂടെ തന്നെയാണ് വന്നത്. അപ്പൊ നമ്മുടെ ജീവിതവും ഇതുപോലെ തന്നെയാണ്. അതൊരു സഞ്ചാരമാണ്. ഒരു ഉദ്ഭവ സ്ഥാനത്ത് നിന്ന് അത് ഉദ്ഭവിക്കുന്നു. മണ്ണും ജലം കനലും അമ്പരമോട് കാറ്റും എണ്ണിപ്പിടിച്ച് അറയിലിട്ട് എരിയും കൊളുത്തി ഈശ്വരൻ ഒരു ശരീരത്തെ ഈ ഭൂമിയിലേക്ക് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലേക്ക് പറഞ്ഞു വിടുകയാണ്.
അത് കുറച്ചുകൂടി ലളിതമായിട്ട് പറഞ്ഞാല് പഞ്ചഭൂതങ്ങൾ കൊണ്ടൊരു ശരീരം ഉണ്ടാക്കി അതിനുള്ളിലേക്ക് തന്റെ ചൈതന്യത്തെ നാദരൂപത്തിൽ പ്രവേശിപ്പിച്ച്, മഹാഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രവേശിപ്പിച്ച്, ഒരു ജീവനെ ഈ ഭൂമിയിലേക്ക് ഒരു ദിവസം പറഞ്ഞു വിടുന്നു. ഒരു നദി എങ്ങനെയാണോ ഒരു ഉദ്ഭവസ്ഥാനത്ത് നിന്ന് ഉദ്ഭവിക്കുന്നത്, അങ്ങനെ നമ്മൾ ഉദ്ഭവിച്ചു വരികയാണ്. അങ്ങനെ നമ്മൾ പിന്നീട് അങ്ങോട്ട് സഞ്ചരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വഴിയിലൂടെ, അത് കാട്ടിത്തരുന്ന ആ ജീവിതം പേർന്ന ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുന്നു. ഇത് ഒരു സമയത്ത് ചെന്ന് എവിടുന്നാണോ വന്നത് അവിടേക്ക് തന്നെ ഇത് ചെന്ന് ചേരും. കാണപ്പെടുന്നതൊക്കെയും സ്ഥൂലം, സൂക്ഷ്മം, കാരണം എന്നീ 3 രൂപങ്ങളോട് കൂടിയതും പരമാത്മാവിൽ നിന്നുമുണ്ടായി അതിൽ തന്നെ ലയിക്കുന്നതുമാകുന്നു എന്നാണ് മഹാഗുരു നമുക്ക് പറഞ്ഞു തന്നത്. അപ്പൊ പരമാത്മാവിൽ നിന്ന് വന്ന ആ ജീവൻ ഒരു സമയത്ത് പരമാത്മാവിലേക്ക് ചെന്ന് തിരിച്ചു ചേരേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആ പരമാത്മാവിലേക്കുള്ള ചേരലിലൂടെ നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ, വീണ്ടും പരമാത്മാവിലേക്ക് തന്നെ ചെന്ന് ലയിച്ച് ചേരണമെന്നുണ്ടെങ്കിൽ അതിനൊരു പാതയുണ്ട്. ആ പാതയിലൂടെ തന്നെ നമ്മൾ സഞ്ചരിക്കേണ്ടതായിട്ടുണ്ട്. അത് ചില സമയത്ത് ഗതി മാറി ഒഴുകാനായിട്ടൊക്കെ സാധ്യതയുണ്ട്. എപ്പോഴും നമ്മുടെ ജീവിതം ഒരുപോലൊന്നും ആയിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് കൃത്യമായി ആ പരമാത്മാവിലേക്ക് തന്നെയുള്ള പാത, എവിടുന്നാണോ നമ്മൾ വന്നത്, ഇപ്പൊ വീട്ടിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടാൽ നമുക്ക് തിരിച്ചു ചെല്ലേണ്ടത് വീട്ടിലേക്കാണ്. അപ്പൊ വീട്ടിലേക്ക് പോകാനും ഈ പറയുന്നത് പോലെ പല മാർഗങ്ങൾ ഉണ്ടായിരിക്കും. അതിൽ കല്ലും മുള്ളും ഒന്നുമില്ലാത്ത ശരിയായ ഒരു മാർഗത്തിലൂടെ സഞ്ചരിച്ച് വേണം നമുക്ക് വീട്ടിലെത്താൻ. എന്നെങ്കിൽ മാത്രമേ നമുക്ക് അധികം ബുദ്ധിമുട്ടില്ലാതെ എത്തിച്ചേരാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ വഴിയിൽ ബ്ലോക്ക് ഉണ്ടായാലും പോകാനായിട്ട് നമുക്ക് വേറെ മാർഗമുണ്ട്. അതിനും ചിലപ്പോൾ 3ഉം 4ഉം വഴികൾ ഉണ്ടായിരിക്കും. എങ്കിലും അതിൽ ഏറ്റവും ബുദ്ധിമുട്ട് കുറഞ്ഞ ഒരു പാതയിലൂടെ വേണം നമ്മൾ മുന്നോട്ട് നയിക്കപ്പെടാൻ. ഇങ്ങനെ ഈ ജീവിതത്തില് പരമാത്മാവിൽ നിന്നും തുടങ്ങിയ ആ ജീവിതം തിരിച്ചു പരമാത്മാവിലേക്ക് തന്നെ ലയിച്ചു ചേരാൻ നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഒക്കെ ജീവിതത്തിന് ഒരു ശരിയായ മാർഗമുണ്ട്. ആ മാർഗത്തെ ശരിയായി കാണിച്ചു തരാൻ നമുക്കൊരു മാർഗദർശി ആവശ്യമാണ്. അവിടെയും കാലടിപ്പാലത്തിൽ വന്നതുപോലെ തന്നെ ബ്ലോക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ബ്ലോക്ക് ഉണ്ടാകുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ബ്ലോക്കിലൂടെ നീ പോകരുത്, ആ സമയത്ത് നിനക്ക് ബ്ലോക്ക് ഉണ്ടാവും, നീ അവിടെ പോവരുത്, അവിടെ നിനക്ക് വിപത്തുണ്ടാവും, അതുകൊണ്ട് നീ വേറൊരു മാർഗത്തിലൂടെ പോകണമെന്ന കൃത്യമായ മാർഗനിർദ്ദേശം നമുക്ക് നൽകാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു വഴികാട്ടി ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ വഴികാട്ടിയായിട്ട് നമുക്ക് ആരെ വേണമെങ്കിലും തിരഞ്ഞെടുക്കാമല്ലോ. മാതാപിതാക്കളെ തിരഞ്ഞെടുക്കാം, അതല്ലെങ്കിൽ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കാം, ബന്ധുക്കളെ തിരഞ്ഞെടുക്കാം. എന്നാൽ ഇവരൊക്കെയും നമ്മൾ സഞ്ചരിക്കുന്ന അതേ പാതയിലൂടെ തന്നെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഇവര് കാട്ടിത്തരുന്ന മാർഗം ശരിയാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവര് തിരഞ്ഞെടുക്കുന്ന മാർഗമാണ് അവർ നമുക്ക് പറഞ്ഞു തരിക. എന്നാൽ ഒരു മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം, ഒരു ജീവിയുടെ പാതയെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് മനുഷ്യന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജീവിതത്തിന്റെ രണ്ടറ്റത്തെ കുറിച്ചും കൃത്യമായി ബോധമുള്ള, ഇവിടെ നശ്വരമായത് എന്തൊക്കെ, അനശ്വരമായത് എന്ത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു കാഴ്ചപ്പാടുള്ള ഒരു ഗുരുവിന് മാത്രമേ, ഒരു ആധ്യാത്മിക ഗുരുവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിലെ ശരിയായ മാർഗം നമുക്ക് കാണിച്ചു തരാൻ പറ്റൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊരു ഗുരുവിനെ ശരണം പ്രാപിക്കണം എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് പറഞ്ഞാല്, ഇപ്പൊ നമ്മളൊക്കെ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുള്ളവരാണ്. എന്നിട്ടും എന്തിനാണ് ഗുരുവിന് കൂടി ഒരു ക്ഷേത്രം ഉണ്ടാക്കി അതിനുള്ളിൽ ഗുരുവിനെ പ്രതിഷ്ഠിച്ച് നമ്മൾ ആരാധിക്കുന്നത് എന്നൊരു ചോദ്യം പലരും ചോദിക്കാറുണ്ടായിരിക്കും. അവിടുന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ, അവിടെ പ്രാർത്ഥിച്ചാൽ കിട്ടുന്നതൊക്കെ അല്ലേ ഗുരുവിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എന്തിന് ഒരു ഗുരുവിനെ ജീവിതത്തിൽ ഉപാസിക്കണം എന്നൊരു ചോദ്യം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ ഒരു ദേവതയുടെ ക്ഷേത്രത്തിൽ പോയി എന്നിരിക്കട്ടെ. ആ ക്ഷേത്രത്തിൽ പോയി ഇപ്പോൾ നിങ്ങളുടെ മകന് വിവാഹം നടക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് ഒരു വഴിപാട് കഴിച്ചാൽ തീർച്ചയായിട്ടും 100% വിശ്വാസത്തോടു കൂടി നിങ്ങൾ ചെയ്യുന്ന ഒരു കർമ്മമാണ് എന്നുണ്ടെങ്കിൽ അതിന് ഫലം ഉണ്ടാവും. മോൾക്ക് ജോലി കിട്ടുന്നില്ല, നിങ്ങൾ വിശ്വാസം അനുസരിച്ച്, വിശ്വാസം ഉണ്ടാകണം. മഹാഗുരു എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ എന്ത് ചെയ്താലും അത് അത്യധികം വിശ്വാസത്തോടു കൂടി നമ്മൾ ഏത് ദേവതാ ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചാലോ വഴിപാട് കഴിച്ചാലോ നിങ്ങൾക്ക് അതിന്റെ ഫലം കിട്ടും. നിങ്ങൾ അവിടെ ഒന്നും പോകരുതെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. എന്നാൽ ഈ ദേവതാ ഉപാസനയിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതത്തില് അവന് ഭൗതികമായ സമൃദ്ധി മാത്രമേ വന്നു ചേരുന്നുള്ളൂ. ഈ ഭൗതികമായ സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ചേർന്നാൽ നമ്മുടെ ജീവിതം പൂർണ്ണമാകുമോ? ഒരിക്കലുമില്ല. ശങ്കരാചാര്യ സ്വാമികള്
അവിടുത്തെ തൃക്കരങ്ങൾ പതിഞ്ഞ, തൃപ്പാദങ്ങൾ പതിഞ്ഞ ഭൂമിയാണിത് അല്ലെ. അപ്പൊ അവിടെ വന്ന് നിൽക്കുമ്പോൾ ശങ്കരാചാര്യ സ്വാമികളെ, ഭഗവത് പാദരെ ഒന്ന് സ്മരിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ശങ്കരാചാര്യ സ്വാമികള് നമുക്ക് ഗുരുവഷ്ടകം എന്നൊരു കൃതി രചിച്ച് തന്നിട്ടുണ്ട്. 8 ശ്ലോകങ്ങളിലായിട്ട് ഗുരുവിന്റെ മഹത്വത്തെ നമുക്ക് വളരെ വ്യക്തമായി പ്രതിപാദിച്ചു തരുന്ന കൃതിയാണ് ഗുരുവഷ്ടകം. അപ്പൊ ആ ഗുരുവഷ്ടകം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: ശരീരം സ്വരൂപം തഥാവാ കളത്രം യശശ്ചാരുചിത്രം ധനം മേരുതുല്യം ഗുരോരംഘ്രി പത്മേ മനശ്ചേന്ന ലഗ്നം തതക്കിം 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 തതക്കിം. ഭൗതികമായ കുറച്ച് സമൃദ്ധികളെ കുറിച്ചാണ് ഇവിടെ ഭഗവത് പാദര് നമുക്ക് പറഞ്ഞു തരുന്നത്. ശരീരം സ്വരൂപം, സുന്ദരമായിട്ടുള്ള ഒരു ശരീരം, സൗന്ദര്യമുള്ള ഒരു ശരീരം നമുക്ക് കിട്ടി. എപ്പോഴും കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മൾ വിചാരിക്കും എനിക്ക് കുറച്ചുകൂടി സൗന്ദര്യം ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ, ആലോചിക്കാറുണ്ട്. തഥാവാ കളത്രം, സുന്ദരിയായൊരു ഭാര്യയെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. എന്റെ ഭാര്യയേക്കാൾ സൗന്ദര്യം അയൽപ്പക്കംകാരന്റെ ഭാര്യയ്ക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രയും സൗന്ദര്യം എന്റെ ഭാര്യയ്ക്ക് കൂടി ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ. ജീവിതത്തിൽ ഒരു സ്ത്രീയെ അല്ലെങ്കിൽ ഒരു പുരുഷനെ സ്വീകരിക്കുമ്പോൾ ഒരു മനുഷ്യന്റെ മനസ്സിലേക്ക് വരുന്ന സങ്കല്പം അങ്ങനെയൊക്കെയാണ്. അതിന് മുടിയുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിന് വെളുപ്പ് നിറമായിരിക്കണം, കളർ ഉണ്ടായിരിക്കണം, അങ്ങനെ ധാരാളം സങ്കല്പങ്ങൾ ഉണ്ടാവും അല്ലെ. അങ്ങനെ സുന്ദരിയായ ഒരു ഭാര്യയെ നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ, സുന്ദരമായ ഒരു ശരീരം നമുക്ക് കിട്ടിയെന്നിരിക്കട്ടെ, യശശ്ചാരു ചിത്രം. പ്രധാനമന്ത്രി പ്രശസ്തനാണ്, മോഹൻലാൽ പ്രശസ്തനാണ്, മമ്മൂട്ടി പ്രശസ്തനാണ്. അത്രയും പ്രശസ്തി എന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ ജീവിതം കുറച്ചുകൂടി നന്നായിരുന്നേനെ എന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും അല്ലെ. ധനം മേരു തുല്യം, എനിക്ക് കുറച്ച് ധനം കിട്ടിയിരുന്നെങ്കിൽ എന്റെ ജീവിതം കുറച്ചുകൂടി ഭംഗിയായിരുന്നേനെ എന്നൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്. എന്നാൽ ഇതൊക്കെ നമുക്ക് കിട്ടി എന്ന് തന്നെ ഇരിക്കട്ടെ, ഇതിനെയൊക്കെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ ഈ കിട്ടിയ ഭൗതിക സമൃദ്ധി കൊണ്ട് എന്തെങ്കിലും പ്രയോജനം നമ്മുടെ ജീവിതത്തിലുണ്ടോ? സുന്ദരിയായ ഒരു ഭാര്യയെ നമുക്ക് കിട്ടി, നമ്മുടെ സങ്കല്പത്തിനൊത്ത ഒരു ഭാര്യയെ നമ്മുടെ ജീവിതത്തിലേക്ക് കിട്ടി. സ്വഭാവം നല്ലതല്ല എന്നുണ്ടെങ്കിൽ ഭാര്യയെ സഹധർമ്മിണി എന്നാണ് ഭാരതത്തിലെ ആധ്യാത്മിക ആചാര്യന്മാർ വിശേഷിപ്പിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ ഒരു പുരുഷനോടൊപ്പം ചേർന്ന് നിന്ന് അവന്റെ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ, അവളെ സഹായിക്കാൻ ഈ സഹധർമ്മിണിക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവൾ എത്ര സുന്ദരിയാന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? പ്രശസ്തി കിട്ടിയത് കൊണ്ട് ജീവിതം നന്നാകണമെന്ന് നിർബന്ധമുണ്ടോ? ഒരിക്കലും ഇല്ല. ആ പ്രശസ്തിയെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ചിലപ്പോൾ അതൊരു കുപ്രസിദ്ധിയായി പോയി എന്ന് തന്നെ ഇരിക്കും. ആ പ്രശസ്തിയിൽ അഹംബോധം നമുക്കുണ്ടായാല് നമ്മൾ പോലും അറിയാതെ നമ്മൾ വേണ്ടാത്ത പ്രവൃത്തികളിലേക്ക് പോകും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ വേണ്ടാത്തതിലേക്ക് നയിക്കും. അതുകൊണ്ട് അത് ശരിയാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഒരു സാധാരണക്കാരൻ വിചാരിക്കുകയാണ് എനിക്കൊരു 2 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 3 ലക്ഷം രൂപ ലോട്ടറി അടിച്ചിരുന്നെങ്കിൽ എൻ്റെ ജീവിതം കുറച്ചുകൂടി നന്നാകുമായിരുന്നു, എത്ര നന്നായിരുന്നേനെന്ന് ചിന്തിക്കും. ശരി, അവന്റെ ആഗ്രഹം പോലെ അവനൊരു 3 ലക്ഷം രൂപ ലോട്ടറി അടിച്ച് കിട്ടിയെന്ന് തന്നെ ഇരിക്കട്ടെ. ഈ പണം അവന്റെ കയ്യിലേക്ക് വരുമ്പോ മനുഷ്യന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്, മറ്റു ജീവജാലങ്ങളൊക്കെ ഈശ്വരൻ അവർക്ക് അടിസ്ഥാനപരമായിട്ട് ഈ ലോകത്ത് കൊടുത്തിട്ടുള്ള എല്ലാറ്റിലും സംതൃപ്തിയോടുകൂടി ജീവിക്കുന്ന ജീവിവർഗമാണ് മറ്റുള്ളവരൊക്കെ. എന്നാൽ മനുഷ്യന് 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും അങ്ങനെ ചിന്തിക്കുന്നവരാണ് മനുഷ്യൻ. അവൻ എപ്പോഴും ആർത്തിയാണ് അല്ലെ. അപ്പൊ ഈ 3 ലക്ഷം രൂപ ഒറ്റയടിക്ക് കയ്യിലേക്ക് കിട്ടിക്കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യണം എന്നറിയാതെ അവൻ പകച്ചു നിൽക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. അപ്പൊ അതിൽ ഒരു വിഭാഗം ആളുകൾ വിചാരിക്കുകയാണ് ഈ 3 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്ന ബൈക്ക് ഉണ്ടെങ്കിൽ ഒരു ബൈക്ക് വാങ്ങിയേക്കാം. അങ്ങനെ ആ ബൈക്കില് ഞാൻ വലിയ പണക്കാരനാന്നൊക്കെ ആളുകളെ കാണിക്കാമല്ലോ, നമുക്ക് അതിലെങ്ങനെ ചെത്തിയടിച്ച് നടക്കാം എന്നൊക്കെ വിചാരിച്ച് ഈ 3 ലക്ഷം രൂപയ്ക്ക് അവൻ ബൈക്ക് വാങ്ങിന്നിരിക്കട്ടെ. അവൻ ആ പൈസ കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? കിട്ടിയിട്ട് വീണ്ടും പെട്രോൾ അടിച്ച് കുറെ കൂടി ധനം നഷ്ടം വരുത്താമെന്നല്ലാതെ ആ പണം കൊണ്ട് അവന്റെ ജീവിതത്തിൽ അവന് പ്രയോജനം ഉണ്ടായില്ല. ഗുരോരംഘ്രി പത്മേ മനശ്ചേന്ന ലഗ്നം തതക്കിം 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 തതക്കിം. ഒരു ഗുരുവിന്റെ പാതാരവിന്ദങ്ങളിലേക്ക് മനസ്സിനെ അർപ്പിക്കാൻ, ഗുരുവിന്റെ പാതയെ പിന്തുടരാൻ ഒരുവന് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തതക്കിം, ഇതെന്തിനാണ്? വീണ്ടും വീണ്ടും ചോദിക്കുകയാണ്, തതക്കിം 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 തതക്കിം, ഇത് എന്തിനാണ് എന്തിനാണ് എന്തിനാണ്? അപ്പോ ഭൗതികമായ എത്ര സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടി എന്ന് പറഞ്ഞിട്ടും യാതൊരു കാര്യവും ഇല്ല അതിനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കാൻ അറിയില്ലെങ്കിൽ. ഭൗതികത ജീവിതത്തിൽ ആവശ്യമാണ്.
ഒരു കടലിലേക്ക് പിടിച്ചിട്ടാല് അല്ലെങ്കിൽ ഒരു കുളത്തിലേക്ക് പിടിച്ചിട്ടാല് കൃഷ്ണ രാമ ഗോവിന്ദ വെച്ചുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല. ആത്മീയത മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. കുളത്തിൽ പിടിച്ചിട്ടാൽ നമ്മൾ നീന്താൻ പഠിക്കണം, വേണ്ടേ? ഒരു ആറ്റിൽ വീണുപോയി അല്ലെങ്കിൽ ഒരു പുഴയിൽ ഒരു വള്ളം മറിഞ്ഞ് നമ്മൾ വീണുപോയി, നീന്താൻ പഠിക്കണ്ടേ? അപ്പൊ അതുകൊണ്ട് ജീവിതത്തിൽ ആത്മീയത എന്നതുപോലെ തന്നെ ഭൗതികത ജീവിതത്തിൽ ആവശ്യമാണ്. എന്നാൽ ആ ഭൗതികമായ സമൃദ്ധിയെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ നമുക്ക് കിട്ടില്ല. അപ്പൊ ഭൗതിക സമൃദ്ധി ജീവിതത്തിൽ കിട്ടിയാൽ അതിനെ വേണ്ട വിധേന എങ്ങനെ വിനിയോഗിച്ചുകൊണ്ട് ഈ ജീവിതത്തെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടു കൂടിയും, ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഈ ലോകവാസം കഷ്ടപ്പാട് കൂടാതെ കഴിഞ്ഞുകൂടാനും ഒടുവിൽ നിന്റെ പരമപദം പ്രാപിക്കാനും ഉള്ള മാർഗം നമുക്ക് തെളിഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഗുരുവിന്റെ അംഘ്രിപത്മങ്ങളിൽ നമ്മുടെ മനസ്സിനെ അർപ്പിക്കണം. ആ ഗുരുവിൽ നിന്ന് ഭൗതിക സമൃദ്ധിയോടൊപ്പം തന്നെ ആധ്യാത്മിക സമൃദ്ധിയും അഥവാ മോക്ഷമാർഗവും നമുക്ക് തെളിഞ്ഞു കിട്ടും. അതുകൊണ്ടാണ് കുമാരനാശാൻ പറഞ്ഞത്, പ്രീതിക്കാളാക്കിൽ ഓരാടഖില മഹിമയും പൂതിയും നൽകും ഏതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലോ. ഏതിനും മൂലമല്ലോ ഗുരുകൃപ, അതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേനും. ഗുരുവിന്റെ പ്രീതിക്ക് പാത്രമായാൽ എന്താ ഗുണം? ആ ഗുരുവിനോട് ഓരാതെ തന്നെ, ചോദിക്കാതെ തന്നെ ജീവിതത്തിൽ വേണ്ടുന്ന അഖില മഹിമയും ഭൂതിയും നൽകും. ഭൗതികമായ സമൃദ്ധിയും ആത്മീയമായ സമൃദ്ധിയും നമുക്ക് ആവശ്യത്തിൽ അധികം നൽകും. ഏതോ ചൈതന്യം പൂണ്ടും അപ്രീതിയിൽ അപജയമുണ്ടാക്കിയും നിൽക്കയാലോ. ഗുരുവിന്റെ അപ്രീതിക്ക് പാത്രമായാൽ ജീവിതത്തിൽ പരാജയമുണ്ടാകും. ഏതിനും മൂലമല്ലോ ഗുരുകൃപ, അതിനാൽ ഭുക്തിയും മുക്തിയും മേൽ സാധിപ്പാനോർത്തു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. ഗുരുവിനെ ഉപാസിച്ചാൽ ആ ജീവിതത്തിൽ ഭുക്തി, ഭൗതികമായ സമൃദ്ധിയും നമുക്ക് കിട്ടും. അതോടൊപ്പം തന്നെ മുക്തി, മോക്ഷവും നമുക്ക് കൈവരും. അങ്ങനെ ഭുക്തിയും മുക്തിയും ജീവിതത്തിൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഗുരുവിന്റെ പാവന പത്മങ്ങളെ ഉപാസിച്ച് അവയെ പിന്തുടർന്ന് ജീവിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് മോക്ഷമൂലം ഗുരോർ കൃപ. ഗുരുഗീത, സ്കന്ദപുരാണം ഭഗവാൻ സുബ്രഹ്മണ്യന്റെ കഥയെ പ്രതിപാദിക്കുന്ന വേദവ്യാസ വിരചിതമായിട്ടുള്ള കൃതിയാണ്. ഈ സ്കന്ദപുരാണത്തിലെ ഒരു ഭാഗം ഉമാമഹേശ്വര സംവാദ രൂപേണയാണ് അറിയപ്പെടുന്നത്. അത് ഒരു ഗുരുവിന്റെ പ്രാധാന്യം ഭഗവാൻ പരമശിവൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന രീതിയിലാണ് രചിച്ചിട്ടുള്ളത്. ഇത് സ്കന്ദപുരാണത്തിൽ നിന്നും അതേപടി എടുത്ത് ക്രോഡീകരിച്ചു ഗുരുഗീത എന്ന പേരിൽ ഒരു ഗുരുവിന്റെ മാഹാത്മ്യത്തെ വെളിവാക്കിക്കൊണ്ട് നൈമിഷാരണ്യത്തിൽ വെച്ച് ചില മഹർഷീശ്വരന്മാർക്ക് സൂത മഹർഷി ഗുരുവിന്റെ പ്രാധാന്യത്തെ ഓതിക്കൊടുക്കുന്നു എന്ന തരത്തില് ഗുരുഗീത എന്ന ഒരു ഗ്രന്ഥമായി തന്നെ ഇന്ന് നമുക്ക് ലഭ്യമാണ്. ഈ ഗുരുഗീത എന്ന ഗ്രന്ഥത്തിൽ ഒരു ഗുരുവിനെ ഉപാസിക്കേണ്ടുന്നതിന്റെ ആവശ്യകത എന്തെന്ന് കൃത്യമായി വിവരിച്ചു തരും. ധ്യാനമൂലം ഗുരോർമൂർത്തി, ധ്യാനിക്കുവാൻ ഏറ്റവും യോഗ്യമായ രൂപം ഗുരുവിൻ്റെതാകുന്നു. പൂജാമൂലം ഗുരോർപദം, ഗുരുവിന്റെ പദങ്ങൾ പൂജിക്കുവാൻ ഏറ്റവും യോഗ്യമാകുന്നു. മന്ത്രമൂലം ഗുരോർവാക്യം, ഗുരുവിന്റെ വാക്കുകൾ മന്ത്രസമാനമാണ്. മോക്ഷമൂലം ഗുരോർ കൃപ, ഗുരുവിന്റെ കൃപയിലൂടെ മോക്ഷത്തെ പ്രാപിക്കാൻ സാധിക്കുന്നു. അതുകൊണ്ട് ജീവിതത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ, മോക്ഷമാർഗം തുറന്നു കിട്ടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഗുരുവിന്റെ ഉപാസന നമുക്ക് കൂടെ ഉണ്ടായിരിക്കണം. ഇനി അങ്ങനെ ഭാരതത്തില് ധാരാളം ഗുരുക്കന്മാരുണ്ട്.
ശങ്കരാചാര്യ സ്വാമികൾ സരളാദ്വയ ഭാഷ്യകാരൻ എന്നാണ് ശങ്കരാചാര്യ സ്വാമികളെ ശ്രീനാരായണ ഗുരുസ്വാമി വിശേഷിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ അടക്കമുള്ള ധാരാളം ഗുരുക്കന്മാരെ കൊണ്ട് സമൃദ്ധമാണ് നമ്മുടെ ആർഷഭാരതം. അവിടെ എന്തുകൊണ്ട് ശ്രീനാരായണ ഗുരു എന്ന ഗുരുവിനെ നമ്മൾ സ്വീകരിക്കണം എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഗുരുവിന്റെ ചിഹ്നസ്വാമിയായ കുമാരനാശാൻ നമുക്ക് കൃത്യമായി ഈ ഗുരുപാദ ദശകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരും. വിക്ഷേപം വൃത്തിയെല്ലാം വിഷയ വഴിയിളയ്ക്കുമ്പോൾ വല്ലാതെ പാടും, മോക്ഷാർത്ഥിക്കാശ്വസിപ്പാൻ ഹൃദി ശുഖ ഭഗവത് പാദരിത്യാദി തോന്നും. പക്ഷെ സന്ദേഹം തോന്നിടുമപരിചയം കൊണ്ടു സാക്ഷാലുണ്ടിന്നു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. വിക്ഷേപം വൃത്തിയെല്ലാം വിഷയ വഴി ഇളയ്ക്കുമ്പോൾ വല്ലാതെ വാടും. നമ്മുടെ ഇന്ദ്രിയങ്ങള് വിഷയവാസനകളിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ട് പോകുമ്പോ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തളർന്നു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ പറഞ്ഞതുപോലെ ഒരു ഗുരുവിന്റെ ആവശ്യകത. ഇനി ഈ മാർഗത്തിലൂടെ ഞാൻ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഏത് മാർഗത്തിലൂടെ പോയാലാണ് ജീവിതത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കുക എന്ന ഒരു ബോധോദയം ഉണ്ടാകുന്നത്, ഒരു സംശയം ഉണ്ടാകുന്നത്. അപ്പോ ആ സംശയത്തിന്റെ ഭാഗമായിട്ട് ഭാരതത്തിലെ ആധ്യാത്മിക ഗുരുക്കന്മാരുടെ പേരുകൾ, ലിസ്റ്റുകൾ നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ഹൃദി ശുഖ ഭഗവത് പാദരിത്യാദി തോന്നും. ശുഖ മഹർഷി, ശങ്കര ഭഗവത് പാദര് തുടങ്ങിയ മഹർഷീശ്വരന്മാരുടെ ഒക്കെ പേരുകള് നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരും. ഇവരൊക്കെ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് മോക്ഷമാർഗം തന്നെയാണ്. പക്ഷേ സന്ദേഹം തോന്നിടും, സംശയം വരും അപരിചയം കൊണ്ട്. നമുക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു ഭാഷയില് അവരുടെ ജ്ഞാനത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ടാണ് അവര് നമുക്ക് ഇക്കാര്യങ്ങൾ, ഈ മോക്ഷമാർഗം വിവരിച്ചു തന്നിട്ടുള്ളത്. മിക്കവാറും സംസ്കൃത ഭാഷയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോ ആ സംസ്കൃത ഭാഷ സാധാരണക്കാരനായ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഭാഷ മാത്രമല്ല, അവര് പറഞ്ഞു വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിലും അവരുടെ ആ ഒരു ജ്ഞാനത്തിന്റെ ആ ഒരു തലം ഉയർന്നു തന്നെ നിൽക്കുന്നത് കൊണ്ട് സാധാരണക്കാരന് അത് അങ്ങോട്ട് ഗ്രഹിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് ആശാൻ ഇവിടെ പറയുന്നത്. പക്ഷേ സന്ദേഹം തോന്നിടും അപരിചയം കൊണ്ട്. പരിചയം ഇല്ലാത്തത് കൊണ്ട്, പരിചയക്കുറവ് കൊണ്ട് നമുക്ക് ചില സംശയങ്ങളൊക്കെ തോന്നും. അതുകൊണ്ട് ഈ മാർഗം നമുക്ക് സാധാരണക്കാരന് അത്ര ദഹിക്കുന്നതാണെന്ന് തോന്നുന്നില്ല. എന്നാൽ ഞാനതിനൊരു മാർഗം കണ്ടെത്തി. സാക്ഷാലുണ്ടിന്നു നാരായണ ഗുരുചരണം സന്തതം ഞാൻ തൊഴുന്നേൻ. എനിക്ക് എന്റെ മുന്നിൽ അതിനൊരു മാർഗം തുറന്നു കിട്ടി. അതെന്താണ്? നാരായണ ഗുരുചരണം. അപ്പൊ ആ നാരായണ ഗുരുചരണത്തിന്റെ പ്രാധാന്യം എന്ത് എന്ന് ചോദിച്ചാല് ഈ പറയുന്ന കാര്യം തന്നെ ശങ്കര ഭഗവത് പാദരോ ശുഖ മഹർഷി തുടങ്ങിയ ഭാരതത്തിന്റെ ആധ്യാത്മിക ശാസ്ത്രത്തെ നമുക്ക് വിവരിച്ചു തന്ന മഹർഷീശ്വരന്മാരെല്ലാം നമുക്ക് പകുത്തു നൽകിയ അതേ ആധ്യാത്മിക ജ്ഞാനം ഒരു അമ്മ എങ്ങനെയാണോ ഒരു കുഞ്ഞിന് ചോക്ലേറ്റിന്റെ ഉള്ളിൽ ഗുളിക വെച്ച് കൊടുക്കുന്നത്, പഴത്തിന്റെ ഉള്ളിൽ ഗുളിക വെച്ച് കൊടുക്കുന്നത്, അങ്ങനെ സാധാരണക്കാരന് കൂടി വഴങ്ങുന്ന ഭാഷയില് നമുക്ക് കൂടി ദഹിക്കുന്ന രീതിയില് ഒരു മാതാവെ പോൽ മനസ്സിൽ കരുണ വെച്ചുകൊണ്ട്, ജനകനെ പോലെ ക്ഷേമചിന്ത വെച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു എന്ന മഹാഗുരു നമുക്ക് അരുൾ ചെയ്ത് തന്നു എന്നുള്ളത് കൊണ്ട് ഈ മാർഗത്തെ നമുക്ക് സ്വീകരിക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു എന്ന ഗുരുവിനെ നേരാം വഴി കാട്ടുന്ന പരമദൈവമെന്ന് കുമാരനാശാൻ വിശേഷിപ്പിച്ചത്. ആരായുകിലന്ധത്വമൊഴിച്ചാദിമഹസിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം.
ആദിമഹസ്സിലേക്കുള്ള നേരായ മാർഗം കാട്ടിത്തരുന്ന പരമദൈവമാണ് ഈ ഗുരു. ഈ ഗുരു അരുൾ ചെയ്തു തന്ന മാർഗം കുറച്ചുകൂടി ലളിതമാണ്. ആ മാർഗം കുറച്ചുകൂടി നമുക്ക് ദഹിക്കുന്നതാണ്. ആ ദഹിക്കുന്ന മാർഗത്തിൽ അതിനെ അരുൾ ചെയ്ത് തന്നത് കൊണ്ട്, അത് കുറച്ചുകൂടി സാധാരണക്കാരന് ഇണങ്ങുന്ന ഭാഷയിൽ അവതരിപ്പിച്ച് തന്നത് കൊണ്ട് തീർച്ചയായും പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരുവന് കൂടി സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിലാണ് ആ മാർഗോപദേശം ശ്രീനാരായണ ഗുരു നടത്തിയിട്ടുള്ളത്. അപ്പോ ശ്രീനാരായണ ഗുരുവിന്റെ ഈ മാർഗോപദേശങ്ങൾ അടങ്ങിയിട്ടുള്ള 2 ഗ്രന്ഥങ്ങൾ നമുക്ക് പരിചയമുണ്ട്. ഒന്ന് ശ്രീനാരായണ ഗുരുവിന്റെ സമ്പൂർണ്ണ കൃതികളുടെ സമാഹാരം, അതിനുള്ളിൽ 64 പരം കൃതികളുണ്ട്. മറ്റൊന്ന് ഒരു മനുഷ്യന്റെ ജീവിതം ആരംഭിക്കുന്നത് മുതല് അങ്ങോട്ട് അവസാനിക്കുന്നത് വരെയും അതിനുശേഷം ചെയ്യേണ്ടുന്ന അപരക്രിയ വരെയും കൃത്യമായി പ്രതിപാദിച്ചു തരുന്ന, ഗുരുവിന്റെ ഉപദേശപ്രകാരം ഗുരുവിന്റെ ശിഷ്യനായ ആത്മാനന്ദ സ്വാമി ലോകത്തിന് സംഭാവന ചെയ്ത ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം. ഈ 2 മാർഗങ്ങളാണ് ശ്രീനാരായണ ഗുരുവിന്റെ പാതയെ പിന്തുടരാനായിട്ട് നമ്മുടെ മുന്നിലുള്ള 2 വാതിലുകൾ. അപ്പോൾ ഇവിടെ പ്രേംകുമാർ ചേട്ടൻ എന്നോട് സൂചിപ്പിച്ചിരുന്നു, ഇതിലൊന്നും പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അത്ര താല്പര്യമില്ല. സ്വാഭാവികമായിട്ടും അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എല്ലാ കാര്യത്തിനും എളുപ്പ വഴികൾ അന്വേഷിക്കുന്നവരാണ്, ജീവിക്കാനായിട്ട് എളുപ്പ വഴികൾ അന്വേഷിക്കുന്ന ആളുകളാണ്. അങ്ങനെ അവരെ ആക്കി മാറ്റിയതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരാര് തന്നെയായിരിക്കും? നമ്മൾ തന്നെയാണ്. കാരണം ഇതിനു മുൻപ് ഉണ്ടായിരുന്ന ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം, അതായത് അവരുടെ മാതാപിതാക്കന്മാരായിട്ടുള്ള ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടിയൊക്കെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിച്ചിരുന്നവരാണ്. അങ്ങനെയല്ലേ? കുഴിയാനെ പിടിച്ച് ജീവിച്ചിരുന്നവരാണ്. ഒരു ഉറുമ്പ് എങ്ങനെയാണോ ഒരു പഞ്ചസാര കഷ്ണം എടുത്തുകൊണ്ട് പോകുന്നത്, ആ പഞ്ചസാര കഷ്ണവും കൊണ്ട് പോകുന്ന ഉറുമ്പിന്റെ വഴിയെ അന്വേഷിച്ചിട്ടുള്ളവരാണ്. അങ്ങനെ അന്വേഷിച്ചു പോയപ്പോ ആ പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളിൽ നിന്ന് പ്രതിസന്ധികൾ എങ്ങനെ തരണം ചെയ്യണമെന്ന് ഓട്ടോമാറ്റിക്കലി നമ്മൾ പഠിച്ചിരുന്നു. വളരെ ജാഗ്രതയോടുകൂടി ഒരു പഞ്ചസാര കഷ്ണമേ കിട്ടിയുള്ളൂ എങ്കിൽ കൂടി തന്റെ മറ്റു കൂട്ടുകാർക്ക് വളരെ സമാധാനത്തോടു കൂടി ആ മെസ്സേജ് കൈമാറി ആ തന്റെ കൂട്ടുകാരെയും കൂട്ടിക്കൊണ്ടു വന്ന് ആ പഞ്ചസാര കഷ്ണവും ചുവന്നുകൊണ്ട് അവർ പോകുന്നത് ചിതറിയല്ല, മറിച്ച് വരിവരിയായിട്ടാണ് അല്ലെ? അവരുടെ കൂട്ടിലേക്ക് എത്ര അച്ചടക്കത്തോടു കൂടി അവർ പോകുന്നത്. ആ വരിവരിയായിട്ട് അവരുടെ കൂട്ടിലേക്ക് ചെല്ലുന്നു. അവിടെ ചെന്ന് വളരെ സമാധാനത്തോടു കൂടി അടിയുണ്ടാക്കാതെ പിടിയുണ്ടാക്കാതെ ആ ഒരു പഞ്ചസാര കഷ്ണത്തെ അവർ പങ്കിട്ട് കഴിക്കുന്നത് നമ്മൾ നിരീക്ഷിച്ചിട്ടുണ്ട് അല്ലെ? ഉറുമ്പിന്റെ കൂടെ അന്വേഷിച്ചു പോയ ധാരാളം ആളുകൾ ഉണ്ടായിരിക്കും. മരത്തിന്റെ ചില്ലയിൽ കയറി മാമ്പഴം പറിച്ചിട്ടുണ്ട്. അവിടെ ജീവിക്കുന്ന ആ ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളുമായിട്ട് നമ്മൾ ഇടപഴകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആകാശത്തിലെ പറവകളെ നോക്കുവിൻ, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, പത്തായപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കുന്നില്ല. കർത്താവായ ഈശോ മിശിഹ നമുക്ക് പറഞ്ഞു തന്ന ഒരു ഉപദേശമാണത്. അങ്ങനെ വിതയ്ക്കാതെയും കൊയ്യാതെയും പത്തായപ്പുരകളിൽ സൂക്ഷിച്ചു വെക്കാതെയും വളരെ സമാധാനത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഐക്യത്തോടു കൂടിയും ജീവിക്കുന്ന മറ്റ് ജീവജാലങ്ങളെ കണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് നമ്മുടെ തലച്ചോറ് അങ്ങനെ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമ്മളത് കണ്ടിട്ടുള്ളത് കൊണ്ട്. അതുകൊണ്ട് കുറച്ചൊക്കെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിക്കാൻ ഇതിനു മുൻപുണ്ടായിരുന്ന തലമുറ തയ്യാറായിരുന്നു. എന്നാൽ ഇന്നത്തെ തലമുറയുടെ ഒരു സഞ്ചാരം എന്ന് പറയുന്നതോ അവരുടെ വാസം എന്ന് പറയുന്നതോ 4 ചുവരുകൾക്കുള്ളിലാണ്. മോൻ അങ്ങോട്ട് പോവണ്ട, മോൻ ഇങ്ങോട്ട് പോവണ്ട, ഇവിടുന്ന് 2 കിലോമീറ്റർ പോകണമെങ്കിലും മോനെ ബൈക്കിൽ പോയാൽ മതി, കാറിൽ പോയാൽ മതി, സ്കൂൾ ബസ്സിൽ പോയാൽ മതി, മോൻ കളിക്കാൻ പോവണ്ട, മോൻ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നോളൂ, അല്ലെങ്കിൽ TV-യിൽ നോക്കിക്കൊണ്ടിരുന്നോളൂ, മോൻ പാത്രം കഴുകണ്ട, സ്വന്തം വസ്ത്രം കഴുകണ്ട, മോൻ കടയിൽ പോകണ്ട. ഇങ്ങനെ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടൊന്നും എൻ്റെ കുട്ടി അനുഭവിക്കരുത് എന്ന ഒരു മനോഭാവത്തോടു കൂടി കുട്ടിയെ ഒന്നും അറിയിക്കാതെ വളർത്തിയത് കൊണ്ട് ആ കുഞ്ഞിന് നഷ്ടപ്പെട്ടു പോയത് പ്രതിസന്ധികളെ അതിജീവിക്കാൻ പഠിക്കാനുള്ള ഒരു മാർഗമാണ്. പ്രകൃതിയിലെ മറ്റ് ജീവജാലങ്ങളെ അവര് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ മുന്നിലിരിക്കുന്ന TV-യുടെ റിമോട്ട് പോലും കൈകൊണ്ട് ഒന്ന് എണീറ്റ് എടുക്കാൻ പോലും മടിയുള്ള ഒരു സമൂഹമായി ഇന്നത്തെ തലമുറ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ജീവിതത്തിൽ തന്നെ ഒരു പ്രതിസന്ധി വന്നാൽ അതിനെ തരണം ചെയ്യേണ്ട മാർഗം അവർക്കറിയില്ല.
സ്മാർട്ട് ഫോണിന്റെ ഉപയോഗം കൂടിയതിലൂടെ അവരുടെ ഹൈപ്പർ ആക്ടിവിറ്റി വർദ്ധിച്ചു. ഒരു മുറിക്കുള്ളിൽ തന്നെ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇരിക്കുമ്പോൾ ആ കുട്ടികൾക്ക് അത് ആർക്കാണെങ്കിലും ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ്. നമ്മളെ ഒരു മുറിയിൽ അടച്ചു പൂട്ടിയിട്ടിരുന്നാൽ നമുക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണ്? അത് തന്നെയാണ് ആ കുട്ടികളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നതുകൊണ്ട് തന്നെ പ്രതിസന്ധികളെ അതിജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. കുട്ടികളൊക്കെ ഇപ്പൊ ട്രേഡിങ്ങിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ്. വെറുതെ ഇരുന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത്. ജോലിക്ക് പോകാൻ അവർക്ക് പറ്റില്ല. അത് കൊണ്ടുവരുന്ന നഷ്ടം എത്ര വലുതാണെന്ന് അവർ ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് പുതിയ തലമുറയിലെ കുട്ടികളോട് നമ്മൾ ഗുരുവിനെ പഠിക്കൂ, ഗുരുവിന്റെ കൃതികൾ പഠിക്കൂ, സന്ധ്യയ്ക്ക് നാമം ജപിക്കൂ എന്നൊക്കെ പറഞ്ഞു കൊടുത്താൽ തീർച്ചയായിട്ടും അവർ തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടായിരിക്കും, ഇതൊക്കെ കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ എന്താ പ്രയോജനം? അമ്മ ഇതിനു മുമ്പ് പാരായണം ചെയ്തുകൊണ്ടിരുന്നത് ഭദ്രകാളിഷ്ടക അല്ലായിരുന്നല്ലോ. അമ്മ ഇതിനു മുമ്പ് അമ്മേ നാരായണ ദേവി നാരായണ എന്നല്ലേ പാടിക്കൊണ്ടിരുന്നത്. ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നിട്ട് ദൈവം പ്രത്യേകിച്ച് നൂലിൽ കെട്ടി താഴേക്കൊന്നും ഇറക്കി തരാനില്ല. പിന്നെ എന്തിനു ഞാനിത് പാടണം? എന്തിനു ഞാൻ ഇത്ര ബുദ്ധിമുട്ടി ഇത് പഠിക്കണം? തീർച്ചയായിട്ടും ഒരു കുട്ടി ചോദിക്കും. സന്ധ്യയ്ക്ക് ഞാൻ എന്തിനു നാമം ജപിക്കണം? രാവിലെ എണീറ്റ് ഞാൻ എന്തിനു പ്രാർത്ഥിക്കണം? ഞാൻ എന്തിനു വിളക്ക് കൊളുത്തണം? ഇതൊക്കെ ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രയോജനം? പ്രയോജനമുള്ള കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യൂ. അങ്ങനെ ശ്രീനാരായണ ഗുരുവിനെ പഠിച്ചിട്ടോ ഗുരുവിന്റെ കൃതികൾ പഠിച്ചിട്ടോ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയോജനം കിട്ടാനുണ്ടോ? നമ്മളും ചിന്തിക്കുകയാണ്, ശരിയാണ്, ഞാൻ ഇതിനു മുമ്പ് അമ്മേ നാരായണ ദേവി നാരായണ എന്നല്ലേ പാടിയിരുന്നത്. ഇപ്പൊ ഞാൻ എന്തൊരു ഭദ്രകാളി ഇഷ്ടകം ശ്രീമച്ചങ്കര പാണി പല്ലവ കിരല്ലോലംബമാലോല സന്മാലാലോല കലാപകാള കബരി ഭാരാവലി ഭാസുരി എന്ന് എന്തിനു പഠിക്കണം? ഇതിലെന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? അതാണ് നമുക്കറിയേണ്ടത്, അല്ലെ? അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ കൃതികൾക്കുള്ളിലൂടെ കടന്നു പോയാൽ എന്തെങ്കിലും പ്രയോജനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ഇനി ഉണ്ടെങ്കിൽ തന്നെ ഏത് കൃതി ഞാൻ എങ്ങനെ തിരഞ്ഞെടുക്കണം ഒരു സംശയമാണ്. അപ്പൊ ദാർശനിക തലത്തിലേക്കൊന്നും ആദ്യപടിയായിട്ട് കടക്കണമെന്ന് പറയുന്നില്ല. ആത്മോപദേശ ശതകത്തിലോ ദർശനമാലയിലോ ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലോ ഒക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മഹാഗുരു തന്റെ ഈശ്വര സാക്ഷാത്കാര അനുഭൂതി കൃത്യമായി ഒരു ജ്ഞാനിയുടെ തലത്തിൽ നിന്നുകൊണ്ട് വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. ശങ്കരാചാര്യ സ്വാമികൾ എങ്ങനെയാണോ നമുക്ക് നിർവാണ ഷഡ്കം രചിച്ചു തന്നത്, മറ്റു കൃതികൾ രചിച്ചു തന്നത്, അതേ തലത്തിൽ നിന്നുകൊണ്ട് ശ്രീനാരായണ മഹാമുനി നമുക്ക് അരുൾ ചെയ്ത് തന്നിട്ടുള്ള കാര്യങ്ങളാണ് ഗുരുവിന്റെ ദാർശനിക കൃതികൾക്കുള്ളില് ഉള്ളത്. അതിലേക്കൊന്നും പോകണമെന്ന് പറയുന്നില്ല. ഇവിടെ പറഞ്ഞിട്ടുള്ള ഇതേ കാര്യം തന്നെ ഡയല്യൂട്ട് ചെയ്ത് ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞു തന്നിട്ടുള്ളത് സ്തോത്ര കൃതികൾക്കുള്ളിലാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യപടിയായിട്ട് സ്തോത്ര കൃതികൾ തിരഞ്ഞെടുക്കാൻ പറയുന്നത്. അപ്പൊ ഈ സ്തോത്ര കൃതികൾ പഠിക്കുമ്പോൾ നമ്മളോട് വേദവ്യാസ മഹാമുനി പറയും, ഒരു ഗുരുവിന്റെ വാക്കുകളെ എന്തിനു നമ്മൾ പഠിക്കണം? മന്ത്രമൂലം ഗുരോർ വാക്യം എന്ന് പറഞ്ഞു. ഗുരുവിന്റെ വാക്കുകൾ മന്ത്ര സമാനമാണ്. അപ്പൊ മന്ത്രം എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം കടന്നു വരുന്ന എന്തായിരിക്കും? ഒരു ചിന്ത, ഓം ഹ്രീം കുട്ടിച്ചാത്ത, അതൊരു മന്ത്രമാണ്, അല്ലെ? അപ്പൊ അങ്ങനെയുള്ളവയാണ് മന്ത്രങ്ങൾ, അങ്ങനത്തെ വാക്യങ്ങളാണ് മന്ത്രങ്ങൾ എന്നൊരു ധാരണ നമ്മുടെ മനസ്സിലേക്ക് വരും. ഈ മന്ത്രം എന്നുള്ള വാക്കിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഭാരതത്തിന്റെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള എല്ലാ വാക്കുകൾക്കും നിർവചനങ്ങളുണ്ട്, ഡെഫിനിഷൻസ് ഉണ്ട്. അങ്ങനെ മന്ത്രം എന്നുള്ള പദത്തിന്റെ ഡെഫിനിഷൻ മനനാതു ത്രായത്തെ ഇതി മന്ത്രഃ എന്നാണ്. അതിനർത്ഥം യാതൊരു വാക്യത്തിന്റെ മനനം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളിലിട്ട് വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതിനെയാണ് മനനം എന്ന് പറയുന്നത്. ഇങ്ങനെ മനനം ചെയ്യുന്നതിലൂടെ ത്രായത്തെ എന്ന് പറഞ്ഞാൽ ത്രാണനം ചെയ്യുക എന്ന് പറഞ്ഞാൽ രക്ഷിക്കുക എന്നാണ് അർത്ഥം. ഏതു വാക്യമാണോ നമ്മുടെ ജീവിത രക്ഷയ്ക്ക് ഉതകുന്നത് അങ്ങനെയുള്ള വാക്യങ്ങളെയാണ് മന്ത്രങ്ങൾ എന്ന് വിളിക്കുന്നത്. മനനാത് ത്രായത്തെ ഇതി മന്ത്രഃ. അതായത് മന്ത്രമൂലം ഗുരോർ വാക്യം എന്ന് പറഞ്ഞാൽ ഒരു ഗുരുവിന്റെ വാക്കുകളെ നമ്മൾ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും വിചിന്തനം ചെയ്താൽ നമ്മുടെ ജീവിത രക്ഷയ്ക്കുള്ള മാർഗമായി ആ വാക്യങ്ങൾ രൂപപ്പെടുന്നത് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും. അതാണ് മന്ത്രമൂലം ഗുരോർ വാക്യം എന്ന വാക്കിന്റെ യഥാർത്ഥ അർത്ഥം.
അപ്പൊ അങ്ങനെ മനനത്തിലൂടെ എങ്ങനെ ഈ ഗുരുവിന്റെ വാക്യങ്ങൾ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ സാധിക്കും? ചില മന്ത്രങ്ങൾ ചൊല്ലിയാൽ അതുകൊണ്ട് ഫലം കിട്ടും, അല്ലെ? അങ്ങനെയല്ലേ നമ്മൾ വിശ്വസിക്കുന്നത്. മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിയാൽ മൃത്യുവിനെ ജയിക്കാൻ സാധിക്കും. വിദ്യാഗോപാല മന്ത്രം ജപിച്ചാല്, പുഷ്പാഞ്ജലി നടത്തിയാല്, അർച്ചന നടത്തിയാല് ഒക്കെ ഇതൊക്കെ മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യാറുള്ളത്, അല്ലെ? ഇതൊക്കെ മന്ത്രങ്ങൾ ജപിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ ഫലം സിദ്ധിക്കും എന്ന ഒരു വിശ്വാസമാണ് നമുക്ക് പൊതുവെ ഉള്ളത്. എങ്ങനെയാണ് ഈ മന്ത്രങ്ങളിലൂടെ നമുക്ക് ഫലം സിദ്ധിക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഒരു ഗുരുവിന്റെ വാക്കുകൾ മന്ത്രങ്ങളായി മാറുന്നത്? ശ്രീനാരായണ ഗുരു രചിച്ചു തന്ന ചില കൃതികൾക്കും അഥവാ മന്ത്രങ്ങൾക്കും ചില പ്രത്യേക ഫലപ്രാപ്തി ഉള്ളതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ? എങ്ങനെയാണ് ഒരു മന്ത്രം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാവുന്നത്? ഈ മന്ത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് അക്ഷരങ്ങൾ കൊണ്ടാണ്, അല്ലെ? ഈ അക്ഷരങ്ങൾക്ക്, മന്ത്രങ്ങൾ സൃഷ്ടിക്കപ്പെട്ട അക്ഷരങ്ങൾക്ക് പ്രത്യേകതകളുണ്ട്. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ശബ്ദമുഖരിതമാണ്. പ്രപഞ്ചത്തില് ഓരോ ജീവജാലങ്ങളും ഉദ്ഭവിക്കുന്നത് ഓരോ ശബ്ദത്തോടു കൂടിയ. ശ്രീനാരായണ ഗുരുസ്വാമി ഒരു ജീവൻ, ഒരു ശരീരം ഈ ലോകത്ത് ഉദ്ഭവിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് പഠിപ്പിച്ചു തന്നത് ഇങ്ങനെയാ: രേതസ്സു തന്നെതു രക്തമോടും കലർന്നു നാദം തിരണ്ടുരുവതായി നടുവിൽ കിടന്നേ മാതാവുമില്ല അവിടെയെന്നു പിതാവുമില്ലൻ താതൻ വളർത്തിയവനാണിവൻ ഇന്നു ശംഭോ. അച്ഛന്റെയും അമ്മയുടെയും അണ്ഡവും ബീജവും രേതസ്സും രക്തവും കലർന്നു അതിനുള്ളിലേക്ക് ഈശ്വര ചൈതന്യം പ്രവേശിച്ചാണ് ഒരു ഉരു അഥവാ ശരീരം ഭ്രൂണ രൂപത്തില് ഉദ്ഭവിക്കുന്നത് എന്ന് പഠിപ്പിച്ചു. ഈ ഈശ്വര ചൈതന്യം ഈ അണ്ഡബീജ സംയോഗത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നതിനെ ഗുരു വിശേഷിപ്പിച്ചിരിക്കുന്ന ഒരു വാക്ക്, അതിനായിട്ട് ഗുരു പ്രയോഗിച്ചിരിക്കുന്ന ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? നാദം തിരണ്ടു. ഈശ്വര ചൈതന്യം എങ്ങനെയാ വന്ന് പതിക്കുന്നത്? നാദരൂപത്തിലാണ്. നാദം എന്ന് പറഞ്ഞാൽ എന്താ? ശബ്ദം എന്നല്ലേ വാക്കിന്റെ അർത്ഥം. അപ്പൊ ഒരു ശബ്ദത്തോട് കൂടിയിട്ടാണ് ഈ ഈശ്വര ചൈതന്യം വന്ന് ശബ്ദരൂപത്തിലാണ് ഈ അണ്ഡബീജ സംയോഗത്തിന്റെ ഉള്ളിലേക്ക് കടക്കുന്നത് എന്നാണ് മഹാഗുരു ആ പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ അർത്ഥം. ആ ശബ്ദം ഏതായിരിക്കും? ഏറ്റവും പ്രാധാന്യമുള്ളൊരു ബീജാക്ഷരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരമാണിത്, അല്ലെ? ഓം, ആ, ഉ, മ എന്നിങ്ങനെയുള്ള 3 മാത്രകൾ ചേർന്നുണ്ടാകുന്ന ഓം എന്ന പദം. ഇത് വെറുതെ ഋഷീശ്വരന്മാരെ എഴുതി വെച്ചിട്ടുള്ളതല്ല. ഓം പം പരമാത്മനെ നമഃ, ഓം നമഃ ശിവായ, ഇങ്ങനെ ഏത് മന്ത്രം നമ്മൾ ജപിച്ചാലും അതിന്റെ എല്ലാം കൂടെ ആദ്യം എന്തിനാ ഈ ഓം ചേർക്കുന്നത്? ഋഷീശ്വരന്മാര് വെറുതെ എഴുതി വെച്ചതല്ല. ഈ പ്രപഞ്ചത്തില് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ നാദമാണ്, ഈ ശബ്ദമാണ്. നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിൽ ഓരോ ജീവനും ഉദ്ഭവിക്കുന്നത് ഈ ശബ്ദത്തോടു കൂടിയാ. ആ ശബ്ദത്തെ വേർതിരിച്ചറിയാനായിട്ടുള്ള സിദ്ധി നമ്മുടെ ഋഷീശ്വരന്മാർക്കുണ്ടായിരുന്നു. അപ്പൊ അവര് ഋഷീശ്വരന്മാരെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഒരു ഗുരു സാക്ഷാത് പരബ്രഹ്മമാകുന്നത്, ഒരു മഹർഷിവര്യൻ സാക്ഷാത് പരബ്രഹ്മത്തിലേക്ക് വിലയം പ്രാപിക്കുന്നത്, നിർവാണത്തിലേക്ക് എത്തുന്നത്, സമാധിയിലേക്ക് എത്തുന്നത്? നമ്മുടെ ഒരു സംശയമാണ്, അവരെങ്ങനെയാണ് പരബ്രഹ്മം, സാക്ഷാത് പരബ്രഹ്മം തന്നെയായി മാറുന്നതെന്ന്. ഈ മോക്ഷം എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? എന്താ മോക്ഷം എന്ന് പറഞ്ഞാല്? ജീവാത്മാവ് പരമാത്മാവിലേക്ക് ചെന്ന് ലയിച്ചു ചേരുന്ന അവസ്ഥ. പരമാത്മാവിൽ നിന്ന് നമ്മൾ വന്നു എന്നല്ലേ പറയുന്നത്. അപ്പൊ ആ പരമാത്മാവിൽ നിന്ന് ഒരു ചൈതന്യ രൂപത്തില് നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെ നമ്മൾ ജീവാത്മാവെന്ന് വിളിക്കും. അപ്പൊ ഈ ജീവാത്മാവ് വീണ്ടും പരമാത്മാവിലേക്ക് ചെന്ന് ലയിച്ചു ചേരുന്ന അവസ്ഥയാണ് നമ്മൾ മോക്ഷം എന്ന് വിളിക്കുന്നത്. ഇത് സാധാരണ മരിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് നമ്മുടെയൊക്കെ ഒരു വിശ്വാസം. എന്നാൽ മരിച്ചാൽ മാത്രമല്ല നമുക്ക് മോക്ഷം കിട്ടുക, ശരീരത്തെ നിലനിർത്തിക്കൊണ്ടും നമുക്ക് മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരാം. അങ്ങനെ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് മോക്ഷപദത്തിലേക്ക് എത്തിച്ചേരുന്നതിനെ വിളിക്കുന്ന പേരാണ് സമാധി അഥവാ നിർവാണം എന്നൊക്കെ. ഇത് പല വിധത്തിൽ നേടാനായിട്ട് പറ്റും. അതേക്കുറിച്ച് ശ്രീനാരായണ ഗുരുസ്വാമി വ്യക്തമായിട്ട് ദർശനമാലയിൽ നിർവാണ ദർശനത്തിൽ പ്രതിപാദിച്ചു തന്നിട്ടുണ്ട്. അവിടേക്കൊന്നും ഞാൻ പോകുന്നില്ല. അപ്പൊ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു സിദ്ധന്, ഒരു യോഗിവര്യന്, ഒരു മഹർഷിക്ക്
ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് തന്നെ തൻ്റെ ഉള്ളിലിരിക്കുന്ന ജീവാത്മാവിനെ പരമാത്മാവിലേക്ക് ലയിപ്പിച്ച് ചേർക്കാൻ പറ്റും. അതിന് ചിലപ്പോൾ അവർ അനേക വർഷം തപസ്സനുഷ്ഠിക്കേണ്ടതായിട്ട് വരും. 1-2 വർഷമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളൊക്കെ തപസ്സനുഷ്ഠിച്ച് ഈ പരമപദം മോക്ഷപദത്തിൽ എത്തിയ ഋഷീശ്വരന്മാരുണ്ട്. അപ്പൊ അവർക്ക് ഈ ഒരു മാർഗത്തിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന, അതായത് മോക്ഷമാർഗത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന സിദ്ധികൾ സ്വീകരിക്കാനായിട്ട് യോഗമാർഗത്തിലൂടെയൊക്കെ അവർക്ക് സാധിക്കും. അപ്പൊ യോഗമാർഗം പരിശീലിച്ചാൽ തന്നെ മനുഷ്യനിലേക്ക് ചില അമാനുഷിക സിദ്ധികളൊക്കെ കടന്നു വരും. അപ്പൊ അങ്ങനെ ഈ സിദ്ധികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഈ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ ഒരു മനുഷ്യന് 120 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കാനായിട്ട് സാധിക്കും, ശരീരം നിലനിർത്തിക്കൊണ്ട് പോകാൻ സാധിക്കും. എന്നാൽ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ ശരീരം നശിച്ചു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോ അങ്ങനെ വരുമ്പോ ഇവരുടെ ഈ ഒരു മാർഗം അങ്ങ് ഇല്ലാണ്ടായി പോവാണ് ചെയ്യുന്നത്. അതായത് അവർക്ക് മോക്ഷത്തിലേക്ക് എത്തിച്ചേരണം എന്നുണ്ടെങ്കിൽ ശരീരത്തെ നിലനിർത്തിക്കൊണ്ട് പോകേണ്ടത് അത്യന്താപേക്ഷിതമല്ലേ. അപ്പൊ ഈ ശരീരത്തെ ബാധിക്കുന്ന, ശരീരത്തിന്റെ അവയവത്തെ ബാധിക്കുന്ന കോട്ടങ്ങളൊക്കെ എങ്ങനെ മാറ്റം വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാമെന്ന് അവർ അന്വേഷിച്ചു. അതിന്റെ ഫലമായിട്ട് അവർ വലിയൊരു കണ്ടെത്തൽ കണ്ടെത്തി. എന്താണെന്നറിയാമോ? ഈ ശരീരത്തില് ജീവൻ വന്ന് പതിക്കുന്നത് ഒരു ശബ്ദത്തോടു കൂടിയാണെന്ന് പറഞ്ഞില്ലേ. പിന്നീട് ആ ശബ്ദത്തോടു കൂടി വരുന്ന ജീവൻ ഭ്രൂണരൂപത്തിലാണ് വന്ന് പതിക്കുന്നത്. അങ്ങനെ ഭ്രൂണമായിട്ട് ഭവിക്കുന്ന ഈ ശരീരത്തിന് പിന്നീട് ഓരോ അവയവങ്ങളും വികാസം പ്രാപിച്ചു വരുന്നു. ആദ്യം ഉണ്ടാകുന്ന അവയവം ഏതായിരിക്കും? മനുഷ്യന്റെ കാര്യം തന്നെ എടുത്താല് ഒരു ഭ്രൂണത്തിലേക്ക് ആദ്യം ഉണ്ടാവുന്ന അവയവം ഏതായിരിക്കും? നമ്മളിപ്പോ കുട്ടികളെയൊക്കെ ഉണ്ടാകാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ, ഗർഭിണിയാണെന്ന് അറിയുമ്പോൾ ഇപ്പൊ എല്ലാ മാസവും സ്കാനിങ് ഉണ്ട്. അപ്പൊ ചെല്ലുമ്പോൾ തന്നെ അവിടെ സ്കാൻ ചെയ്യാറുണ്ട്. സ്കാൻ ചെയ്യുമ്പോൾ അവർ ആദ്യം നമുക്ക് കാണിച്ചു തരുന്നത് എന്താണ്? എന്തെങ്കിലും കാണിച്ചു തരാനുണ്ടോ? ഇല്ല, പക്ഷെ കേൾപ്പിച്ചു തരും. എന്താണ്? കുട്ടിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ട് കേട്ടോ, അങ്ങനെയല്ലേ പറയാ. അപ്പൊ ആദ്യം ഒരു മനുഷ്യനിൽ ഉണ്ടാവുന്ന അവയവം ഏത് തന്നെയാണ്? ഹൃദയമാണ്. ഈ ഹൃദയം ഉണ്ടാകുന്നത് ഒരു ശബ്ദത്തോട് കൂടിയിട്ടാണ്. തലച്ചോറ് വികാസം പ്രാപിക്കുന്നത് ഒരു ശബ്ദത്തോട് കൂടിയിട്ടാണ്. അങ്ങനെ എല്ലാ അവയവങ്ങളും വികാസം പ്രാപിക്കുന്നത് ഒരു ശബ്ദത്തോടു കൂടിയാ. ഒരു ജീവിക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള ഭൗതിക സൗകര്യങ്ങളെല്ലാം അവനിലേക്ക് വരുന്നത് ഓരോ നാദരൂപത്തിലാണ്, ഓരോ ശബ്ദരൂപത്തിലാണ്. അപ്പോ ഹൃദയം സൃഷ്ടിക്കപ്പെട്ട സമയത്ത് ഏത് ശബ്ദത്തോടു കൂടിയാണോ ആ ഹൃദയം സൃഷ്ടിക്കപ്പെട്ടത്, ആ ശബ്ദത്തെ വേർതിരിച്ചറിഞ്ഞ് ആ ശബ്ദത്തെ അതേ ഫ്രീക്വൻസിയില്, അതേ ആവൃത്തിയില് ആ ഹൃദയത്തിലേക്ക് തിരിച്ചു പ്രയോഗിക്കാൻ സാധിച്ചാൽ ഹൃദയത്തെ ബാധിച്ചിട്ടുള്ള കോട്ടങ്ങളൊക്കെ മാറി ഹൃദയം പഴയപടിയാകും. ഋഷീശ്വരന്മാരുടെ കണ്ടെത്തലാണ്. തലച്ചോറ് വികാസം പ്രാപിക്കുന്ന ഒരു ശബ്ദത്തോടു കൂടിയാ. ആ ശബ്ദത്തെ വേർതിരിച്ചറിഞ്ഞ് അതേ ആവൃത്തിയിൽ ആ ശബ്ദത്തെ തിരിച്ചു പ്രയോഗിച്ചാൽ തലച്ചോറ് വീണ്ടും പഴയപടിയാകും. ഇതൊക്കെ ശാസ്ത്രീയമായിട്ട് തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോ ഇത്തരത്തിലുണ്ടാകുന്ന ശബ്ദങ്ങൾ മനുഷ്യകർണങ്ങൾക്ക് ഗോചരമല്ല. ഒരു 20 ഹെർട്സ് തൊട്ട് 20 കിലോ ഹെർട്സ് വരെയുള്ള ശബ്ദം മാത്രമാണ് ഒരു മനുഷ്യന്റെ കർണങ്ങൾക്ക് ഗോചരമായിട്ടുള്ളത്. എന്നാൽ നമുക്ക് കേൾക്കാൻ പറ്റാത്ത പല സൗണ്ടുകളും കേൾക്കാൻ പറ്റുന്ന, ഫ്രീക്വൻസിയിൽ ലെവൽ കുറഞ്ഞ സൗണ്ടുകൾ കേൾക്കാൻ പറ്റുന്ന മറ്റ് ജീവജാലങ്ങളുണ്ട്. അപ്പൊ ഭൂമി ഉൽക്കം വരാൻ പോകുന്നു എന്ന് നമ്മളെ അറിയിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വീട്ടിലെ നായയായിരിക്കും, അല്ലെങ്കിൽ പ്രളയം വരാൻ പോകുന്നു എന്ന് അറിയിക്കുന്നത് മറ്റ് പക്ഷി മൃഗാദികളായിരിക്കും. എന്നാൽ സാധാരണ മനുഷ്യർക്ക് കർണഗോചരമല്ലാത്ത ശബ്ദങ്ങളെ വേർതിരിച്ചറിയാനുള്ള സിദ്ധി ഭാരതത്തിലെ മഹർഷീശ്വരന്മാർക്കുണ്ടായിരുന്നു. അവര് ഇതൊക്കെയും കൃത്യമായി വേർതിരിച്ചറിഞ്ഞ് ഈ ശബ്ദങ്ങളെ അതേ ആവൃത്തിയിൽ സ്വീകരിച്ച് അതിനെ അക്ഷരങ്ങളാക്കി മാറ്റി. ഒരു ശബ്ദം കണ്ഠത്തിലൂടെ പുറത്തു വരുമ്പോഴാണ് അതൊരു വൈഖരി രൂപത്തിലായി അത് അക്ഷരമായിട്ട് മാറുന്നത്. അപ്പൊ ആ അക്ഷര രൂപത്തിലേക്ക്, ആ ഫ്രീക്വൻസി ലെവലിലുള്ള അക്ഷര രൂപങ്ങളാക്കി അതിനെ മാറ്റി. ഈ അക്ഷരങ്ങളെ ശക്തികൂടങ്ങള്, മധ്യകൂടങ്ങള്, ബീജാക്ഷരങ്ങള് തുടങ്ങി പല കാറ്റഗറിയിലായിട്ട് തിരിച്ചു. പിന്നീട് ഈ അക്ഷരങ്ങൾ കൊണ്ട് തീർത്തിട്ടുള്ള വാക്യങ്ങളാണ് അവർ നമുക്ക് മന്ത്രങ്ങളായിട്ട് തന്നിട്ടുള്ളത്. അപ്പൊ മൃത്യുഞ്ജയ മന്ത്രം ചൊല്ലിയാൽ എന്തുകൊണ്ട് മൃത്യുവിനെ ജയിക്കാൻ സാധിക്കും എന്ന് ചോദിച്ചാല് അതിന്റെ ഉത്തരം അതാണ്. അതിനാവശ്യമായിട്ടുള്ള അക്ഷരങ്ങൾ കോർത്തിണക്കിയ ഒരു മന്ത്രമാലയാണ്, അക്ഷരമാലയാണ് മൃത്യുഞ്ജയ മന്ത്രം. വിദ്യാഗോപാല മന്ത്രം ജപിച്ചാല് വിദ്യാലാഭം ഉണ്ടാകുമെന്ന് പറഞ്ഞാല് അതിനർത്ഥം അതിനാവശ്യമായ അക്ഷരങ്ങൾ കോർത്തിണക്കിക്കൊണ്ടാണ് ആ മന്ത്രമാല സ്വീകരിച്ചിട്ടുള്ളത്, തീർത്തിട്ടുള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അടുത്ത സംശയം, അങ്ങനെ എല്ലാവരും വിദ്യാഗോപാല മന്ത്രം ജപിച്ചിട്ടോ മൃത്യുഞ്ജയ മന്ത്രം ജപിച്ചിട്ടോ അതിന്റെ ഫലം കിട്ടുന്നില്ലല്ലോ. അപ്പൊ അവിടെ ഞാൻ പറഞ്ഞ ഒരു കാര്യം വളരെ
അത്യാവശ്യമുള്ളതാണ്. അതായത് ഒരു മന്ത്രം ജപിക്കുമ്പോൾ ആ അക്ഷരം ജപിക്കുന്നതിന് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിൽ മാത്രം അത് ജപിച്ചാലേ അതുകൊണ്ട് ഉള്ള ഫലം ഉണ്ടാവും. ഇപ്പൊ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു ഗുരു കീർത്തനമാണ് നാരായണമൂർത്തി. അതെല്ലാവരും ഇപ്പൊ ഇവിടെ വന്ന് ഈ മൈക്കിലൂടെ നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി നാരായണമൂർത്തി ഗുരു നാരായണമൂർത്തി, ഈ ട്യൂൺ എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമൺ ട്യൂണാണ് അല്ലേ? അത് അറിഞ്ഞുകൂടാത്തവരാരും ഇല്ലല്ലോ ഇവിടെ. ഇതിപ്പോ ഇവിടെ ഒരു 10 പേരെ വിളിച്ചിട്ട് 10 പേര് മൈക്കിൽ കൂടി ഈ ട്യൂണിൽ നാരായണമൂർത്തിയെ ചൊല്ലുന്നു എന്നിരിക്കട്ടെ. ചിലരത് ജപിച്ചാല് നമ്മൾ വളരെ ആസ്വദിച്ചത് കേട്ടിരിക്കും. ചിലര് ജപിക്കുന്നത് കേൾക്കുമ്പോൾ ഒരേ ട്യൂണാ എല്ലാവരും ഉപയോഗിച്ചിരിക്കുന്നത്. ചിലരത് ജപിച്ചപ്പോൾ എന്ത് പറ്റി? ഇവിടുന്ന് എണീറ്റ് നമുക്ക് ഓടാൻ തോന്നി അല്ലേ? അങ്ങനെ ഉണ്ടാവാറില്ലേ? അപ്പൊ ഓരോ ആളുകളും ജപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ കർണങ്ങൾക്ക് അത് അനുഭവപ്പെടുന്നത് പല പല രീതിയിലാണ്. അതിന്റെ കാരണം എന്താണ്? ഓരോരുത്തരും ജപിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ട്യൂൺ ഒന്ന് തന്നെയാണെങ്കിൽ അതിൽ ഫ്രീക്വൻസി ലെവലിൽ വ്യത്യാസം ഉള്ളത് കൊണ്ട് ചിലത് അരോചകമായിട്ടും ചിലത് കർണാനന്ദകരമായിട്ടും നമുക്ക് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നത് പോലെ ഈ മന്ത്രങ്ങളിലെ അക്ഷരങ്ങൾ പ്രയോഗിക്കുന്നതിന് ഒരു പ്രത്യേക ഫ്രീക്വൻസി ഉണ്ട്. ആ ഫ്രീക്വൻസിയിൽ അത് ജപിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് ഫലം ഉണ്ടാവുകയുള്ളൂ. ഇപ്പൊ മന്ത്രം നമ്മൾ സ്വീകരിക്കുമ്പോൾ മന്ത്രദീക്ഷ സ്വീകരിക്കാനൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ ഈ ബ്രാഹ്മണ കുടുംബത്തിലുള്ള കുഞ്ഞുങ്ങളെയൊക്കെ അവർ ഓത്ത് പഠിപ്പിക്കാൻ വേണ്ടി ഓത്ത് പഠിപ്പിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. അതൊരു പ്രത്യേക രീതിയിലാണത് ജപിക്കാൻ പഠിപ്പിക്കുന്നത്. വേദമന്ത്രങ്ങൾ ജപിക്കാൻ പഠിപ്പിക്കുന്നത് ഈ അങ്ങനെ ഒരു പ്രത്യേക ട്യൂണിലാണ്. ഇതിന്റെ ആവശ്യം എന്താണ്? ഇപ്പോ ഒരു ക്ഷേത്രത്തിൽ ചെന്നിരുന്നാൽ പൂജാരി ഇതറിയാവുന്ന വേദമന്ത്രങ്ങൾ കൃത്യമായി പഠിച്ച ഓത്ത് പഠിച്ച ഒരു പൂജാരി മന്ത്രം ജപിക്കുന്നതും ഈ രീതിയിലാണ്. ഇത് എന്തിനിങ്ങനെ ജപിക്കണമെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്. ആ മന്ത്രത്തെ ആ ഫ്രീക്വൻസിയിൽ അക്ഷരങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ജപിച്ചെങ്കിൽ മാത്രമേ അതുകൊണ്ട് ഫലം ഉണ്ടാവുന്നുള്ളൂ. അപ്പൊ അതാണ് മന്ത്രങ്ങളുടെ പ്രാധാന്യം. ഒരു മഹർഷീശ്വരൻ നമുക്ക് പ്രദാനം ചെയ്തിട്ടുള്ള മന്ത്രങ്ങൾ കൊണ്ട് എങ്ങനെ നമുക്ക് ഫലസിദ്ധി കിട്ടുന്നു എന്ന് ചോദിച്ചാൽ അത് ശാസ്ത്രീയമായ അതിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഇതാണ്. ഇത്തരത്തിൽ ഒരു ഗുരു രചിച്ച് തന്നിട്ടുള്ള കീർത്തനങ്ങൾ, അത് ശങ്കര ഭഗവത്പാദരായിക്കൊള്ളട്ടെ ശ്രീനാരായണ മഹാഗുരുവായിക്കൊള്ളട്ടെ രചിച്ച് തന്നിട്ടുള്ള സ്തോത്രങ്ങളുടെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അതും ഇത്തരത്തിൽ മന്ത്രമാലകളാണ്. അതുകൊണ്ടാണ് ഈ മന്ത്രമാലകളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ജപത്തിനായിട്ട് ഉപയോഗിക്കണമെന്ന് പറയുന്നത്. അപ്പൊ മന്ത്രം ജപിച്ചാലോ നാമം ജപിച്ചാലോ അത് സമയം വേസ്റ്റ് ആക്കാനായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ്. ഞാൻ പ്രാർത്ഥിച്ചാൽ ഭദ്രകാളിഷ്ടകം ചൊല്ലിയാൽ എൻ്റെ ജീവിതത്തിൽ എനിക്ക് രോഗം മാറില്ല, അതല്ലെങ്കിൽ ഇത് വെറുതെ ജപിച്ചത് കൊണ്ട് ദേവി എൻ്റെ രോഗം മാറ്റില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു തലമുറയാണ് പുതിയ തലമുറ. എന്നാൽ ഇതിനുള്ളിൽ ഒരു ശാസ്ത്രീയമായ വശം ഉണ്ട് എന്ന് ആ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ കുട്ടികൾ അഭ്യസ്തവിദ്യരായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരതിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. ഭദ്രകാളിഷ്ടകം എന്ന കൃതി ജപിച്ചാൽ അതുകൊണ്ട് ധാരാളം ഫലങ്ങളുണ്ടെന്ന് ശ്രീനാരായണ മഹാഋഷി നമുക്ക് അരുൾ ചെയ്തു തന്നിരിക്കുന്നു. എന്താണ് ഭദ്രകാളിഷ്ടകത്തിന്റെ പ്രാധാന്യം? ദേവി പാദപയോജ പൂജനമിതി ശ്രീഭദ്രകാള്യഷ്ടകം രോഗൗഘാഘനാനിലായിതമിദം പ്രാതപ്രഗേയ പഠൻ ശ്രേയശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയും ശ്രീദേവീം അനപായനീം ഗതിമയൻ സോയം സുഖീ വർത്തതേ. ദേവിയുടെ പാതാരവിന്ദങ്ങളെ പൂജിക്കുന്ന ഭദ്രകാളിഷ്ടകം പ്രാതപ്രഗേയ പഠൻ, പ്രാതകാലത്ത് ജപിക്കുന്നവന് രോഗൗഘാഘ ഘന അനിലായിടമിടം, അവന്റെ രോഗങ്ങളും പാപങ്ങളുമാകുന്ന മേഘകൂട്ടങ്ങള് കാറ്റ് പറത്തിക്കൊണ്ട് പോകുന്നത് പോലെ പോകുന്നു. ശ്രേയശ്രീ ശിവകീർത്തി സമ്പദമലം, അവന് ജീവിതത്തില് ശ്രേയസ് ഉണ്ടാവുന്നു, ഭൗതിക സമൃദ്ധി ഉണ്ടാവുന്നു, കീർത്തി ഉണ്ടാകുന്നു, കളങ്കമില്ലാത്ത സമ്പത്തിനെ സമ്പാദിച്ചവൻ സമ്പന്മയായി മാറുന്നു. ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ നൽകുന്നു. അതിലേറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് എന്തു തന്നെയാണ്? രോഗൗഘാഘനാനിലായിരമിടം. ഭദ്രകാളിഷ്ടകത്തിന്റെ പ്രാതകാലത്തിലുള്ള ജപത്തിലൂടെ അവന്റെ രോഗങ്ങൾ കാറ്റു പറത്തിക്കൊണ്ട് പോകുന്നത് പോലെ പോകുന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു?
ഭദ്രകാള്യഷ്ടകം ശ്രീനാരായണ മഹാഋഷി നമുക്ക് രചിച്ച് തന്നിട്ടുള്ളത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ്. ഈ ശാർദൂല വിക്രീഡിത വൃത്തത്തില് ഇത് ജപിക്കുമ്പോ ആ വൃത്തത്തിനൊരു താളമുണ്ട്. ആ താളത്തിലൂടെ തന്നെ അത് ജപിക്കണം. ഇപ്പോ ഏത് കൃതിയായാലും ശ്രീനാരായണ ഗുരുവിന്റെ എല്ലാ കൃതികളും വൃത്തനിബദ്ധമാണ്. ആ വൃത്തനിബദ്ധമായി രചിക്കപ്പെട്ടിട്ടുള്ള കൃതികൾക്കൊക്കെ ഒരു താളമുണ്ട്. ആ താളത്തിൽ തന്നെ അത് ജപിച്ചാൽ തീർച്ചയായും ഈ കൃതികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും ഉണർവ് നൽകുന്നവയാണ്. ചില അമ്മമാരൊക്കെ വളരെ ബുദ്ധിമുട്ടി ഭജേ അഭീഷ്ടസന്തം ഭജേ അഭീഷ്ടസന്തം ഇങ്ങനെ പാടുന്നത് കേൾക്കാനിടയായിട്ടുണ്ട്. അതായത് നമ്മൾ വിനായകാഷ്ടമൊക്കെ പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇതങ്ങനെ ആണ് പാടേണ്ടത്, അവിടെ അഭീഷ്ടസന്തം എന്നാണ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് അങ്ങനെ പാടണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നവരും അങ്ങനെ ജപിക്കുന്നവരും ഒക്കെ ഉണ്ട്. ഈ വിനായകാഷ്ടകം രചിക്കപ്പെട്ടിട്ടുള്ളത് ഭുജംഗപ്രയാദം എന്ന വൃത്തത്തിലാണ്. അതിന്റെ ഒരു താളം എന്ന് പറയുന്നത് നമദേവവൃന്ദം ലസദ്വേദകന്ദം ശിരശ്രീമദിന്ദും ശ്രിതശ്രീമുകുന്ദം ബൃഹചാരുതുന്ദം സ്തുതശ്രീസനന്ദം ജടാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്തം. ഇങ്ങനെയാണ് ഇതിന്റെ താളം. ഈ താളത്തിൽ അത് ജപിച്ചെങ്കിൽ മാത്രമേ അതിന്റെ ആംപ്ലിറ്റ്യൂഡും ഫ്രീക്വൻസിയും ഒക്കെ കറക്റ്റ് ആവുള്ളൂ. അത് ജപിക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം നമുക്ക് കിട്ടുകയുള്ളൂ. ഇപ്പൊ അവിടെ ഭജേ കഴിഞ്ഞിട്ട് ഒരു എഫ് പോലത്തെ സിമ്പൽ അവിടെ കാണാം. അതിനർത്ഥം അവിടെ ആയ് ഉണ്ട്, എന്നാൽ അതിനൊരർത്ഥം കൂടിയുണ്ട്. ആയ് അവിടെ സൈലന്റ് ആണെന്നാണ്. അപ്പൊ നമ്മൾ സുനാമി എന്ന് എഴുതണമെങ്കിൽ TSUNAMI എന്നാണ് സുനാമിയുടെ സ്പെല്ലിങ്. നമ്മൾ സുനാമി എന്നാണോ പറയാറുള്ളത്? സുനാമി എന്നല്ലേ പറയുന്നത്. ടി അവിടെ സൈലന്റ് ആണ്. യൂറോപ്പ് എന്ന് എഴുതുമ്പോൾ ആദ്യം EU എന്നാണ് എഴുതി തുടങ്ങുന്നത്. നമ്മൾ യൂറോപ്പ് എന്നല്ല പറയാ, യൂറോപ്പ് എന്നല്ലേ പറയാ. ഈ സൈലന്റ് ആണ് എന്നതുപോലെ ആ എന്ന അക്ഷരം അവിടെ ഉണ്ട്, ആ സൈലന്റ് ആണെന്നാണ് ഇതിനർത്ഥം. അപ്പൊ അത് എങ്ങനെ ജപിച്ചാൽ മതി? ഭജേഭീഷ്ടസന്തോന്ന് തന്നെ ജപിച്ചെങ്കിലേ അതിന്റെ താളം കൃത്യമാവുകയുള്ളൂ. ആ താളത്തിൽ അത് ഭുജംഗപ്രയാദം എന്ന് പറഞ്ഞാൽ ഒരു പാമ്പിന്റെ ഇഴച്ചിൽ എന്നാണ് അതിനർത്ഥം. ആ പാമ്പ് ഇഴയുന്ന തരത്തിൽ ആ താളത്തിൽ ജപിച്ചാൽ ആ ഭുജംഗപ്രയാദ വൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ശങ്കരാചാര്യ സ്വാമികള് ഭുജംഗപ്രയാദ സ്തോത്രം രചിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാമായിരിക്കും. അതിനെ ആ താളത്തിൽ ജപിച്ചില്ലെങ്കിൽ മാത്രമേ അത് ജപിക്കുന്നത് കൊണ്ടുള്ളൊരു ഫലം നമുക്ക് ജീവിതത്തിൽ കിട്ടുകയുള്ളൂ. അങ്ങനെ ഭദ്രകാള്യഷ്ടകം എന്ന കൃതി രചിക്കപ്പെട്ടിട്ടുള്ളത് ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിലാണ്. ഇത് ജപിക്കുമ്പോഴുള്ളൊരു കുഴപ്പം എന്താണ്? ഇപ്പൊ വിനായകാഷ്ടകം ജപിച്ചാലേ നമദേവവൃന്ദം കഴിഞ്ഞ് ശ്വാസം വിട്ടു, ലസദ്വേദകന്ദം ശ്വാസം വിട്ടു, ശിരശ്രീമദിന്ദും ശ്വാസം വിട്ടു, ശ്രിതശ്രീമുകുന്ദം നിർത്തി നിർത്തി പാടാൻ പറ്റും. എന്നാൽ ഭദ്രകാള്യഷ്ടകം അങ്ങനെ പാടാൻ പറ്റുമോ? ഇല്ല. ഇതിന്റെ ഒരു താളം എങ്ങനെയാണ്? ശ്രീമച്ചങ്കര പാടി പല്ലവകിരല്ലോലംബമാലോല സന്മാലോല കലാപകാളകപരി ഭാരാവലി ഭാസുരി. ശ്രീമച്ചങ്കരപാണി പല്ലവകിരൽ കഴിഞ്ഞ് ചിലർ നിർത്തും. പിന്നെ ബാക്കി ലോലംബമാലോല സൻ കഴിഞ്ഞൊന്ന് നിർത്തും. പിന്നെ മാലാലോല കലാപകാള കബരി ഭാരാവലി ഭാസുരി. ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയോ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയോ ഒക്കെ നമുക്കിങ്ങനെ പാടുന്നത് കൊണ്ട് കുഴപ്പമില്ല. അതല്ലാതെ ഭദ്രകാള്യഷ്ടകത്തിന്റെ ഫലപ്രാപ്തി ആഗ്രഹിച്ചുകൊണ്ടാണ് ഭദ്രകാള്യഷ്ടകം ജപിക്കുന്നതെങ്കിൽ അതെങ്ങനെ ജപിക്കണം? ഭുജംഗം, ഈ പറഞ്ഞ ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിന്റെ താളം എന്താണോ ആ താളത്തിൽ തന്നെ അത് പാരായണം ചെയ്യണം. ശ്രീമച്ചങ്കര പാടി പല്ലവകിരല്ലോലംബമാലോല സന്മാലോല കലാപകാളകപരി ഭാരാവലി ഭാസുരി. ഇവിടെ ശ്വാസം വിടാവോ? കാരുണ്യാമൃതവാരി രാശിലഹരി പീയൂഷ വർഷാവലി ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ഇവിടെ ശ്വാസം വിടാവോ? ഇങ്ങനെ ചൊല്ലുന്നത് കൊണ്ടുള്ള പ്രയോജനം എന്താണ്? നമ്മളെ ഈ ശരീരത്തിനും മനസ്സിനും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് ചിലർ യോഗ അഭ്യസിക്കാൻ പോകും, അല്ലെങ്കിൽ ചില ഡോക്ടർമാരെയൊക്കെ കാണാൻ പോകും. അപ്പോൾ ചില ആയുർവേദ ഡോക്ടർമാര്, യോഗ ആചാര്യന്മാര് ഒക്കെ നമ്മളോട് പ്രാണായാമം ദിവസവും ചെയ്യാനായിട്ട് പറഞ്ഞു തരും. പ്രാണായാമങ്ങൾ പലതുണ്ട്, എങ്കിലും ഈ പ്രാണായാമം ചെയ്യുന്നത് കൊണ്ടുള്ള ഫലം എന്താണ്?
അത് ഏറ്റവും കൂടുതൽ നമ്മുടെ ഗുണം ചെയ്യുന്നത് നമ്മുടെ ശ്വാസകോശത്തിനാണ്, അല്ലെ? ശ്വാസകോശ സംബന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പെട്ടെന്ന് പരിഹരിക്കപ്പെടും. പിന്നെ നിരന്തരമായി പ്രാണായാമം ചെയ്യുന്ന ഒരാളുടെ കോൺസെൻട്രേഷൻ പവർ, ശ്രദ്ധാശക്തി കൂടും. ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കും. ശരീരം അങ്ങനെ ആരോഗ്യപൂർണമാകും. ഇത്രയും ഗുണങ്ങൾ പ്രാണായാമം ചെയ്യുന്നതിനുണ്ട്. എങ്ങനെയാ പ്രാണായാമം ചെയ്യുന്നത്? പ്രാണായാമം ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ബോധാനന്ദ സ്വാമികൾ നമുക്ക് പഠിപ്പിച്ചു തരും ഈശ്വര പ്രാർത്ഥനയിലൂടെ. കുംഭിച്ചിരുന്നു മനമിങ്ങുമയച്ചിടാതെ വമ്പിച്ച രേചകമതിൽ സ്ഥിരബുദ്ധിപൂർവം അംബോജമൊട്ടു നിറമൊത്ത ഭവസ്വരൂപം ശംഭോ നിരപ്പതിനു സംഗതി വന്നിടേണം. ഈശ്വര പ്രാർത്ഥന ഇതെന്ത് പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാ? ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ, ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ. മാനത്തുമൊഴിയിലുമാഴിയിലും പ്രകാശം ആനന്ദരൂപമൊടു കൂടി നിറഞ്ഞു നിത്യം ആനന്ദപൂർണ്ണ നില പൂണ്ടരുളും വിഭോനിൻ ധ്യാനത്തിലെന്റെ ഹൃദയം ലയമാർന്നിടട്ടെ. ധ്യാനിക്കാൻ പഠിപ്പിക്കുകയാണ്, മെഡിറ്റേഷൻ ചെയ്യുക. ഈ മെഡിറ്റേഷൻ ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം, മെഡിറ്റേഷൻ ചെയ്യുന്നതിന്റെ ആദ്യത്തെ പടി എന്താ? ആദ്യം നട്ടലൊക്കെ നിവർത്തിയിരിക്കാൻ പറയും, കണ്ണുകൾ അടയ്ക്കാൻ പറയും, അതിനുശേഷം പ്രാണായാമം ചെയ്യാൻ പറയും, അല്ലേ? അതെന്തിനു വേണ്ടിയാ? നമ്മുടെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാനാണ്. നമ്മൾ ധ്യാനിക്കുക, മെഡിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു മൂർത്തിയെ നമ്മുടെ മനസ്സിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്തുകയാണ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ആ മനസ്സിന്റെ കോൺസെൻട്രേഷൻ പവർ കൂട്ടാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മളോട് പ്രാണായാമം ചെയ്യാൻ പറയും. എങ്ങനെയാ പ്രാണായാമം ചെയ്യേണ്ടത്? കുംഭിച്ചിരുന്ന് മനമെങ്ങും അയച്ചിടാതെ വമ്പിച്ച രേചകമതിൽ സ്ഥിരബുദ്ധിപൂർവം അംബോജമൊട്ടു നിറമൊത്ത ഭവത്സ്വരൂപം ശംഭോ നിനപ്പതിനു സംഗതി വന്നിടേണം. പ്രാണായാമത്തിന് ബേസിക്കലി 3 ഘട്ടങ്ങളുണ്ട്. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഒരു മൂക്ക് അടച്ചു പിടിക്കുക, മൂക്കിനുള്ളിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. ഇതിനെ പൂരകം എന്ന് വിളിക്കും. അകത്തേക്ക് ശ്വാസത്തെ പൂരണം ചെയ്യണം. പിന്നെ എന്ത് ചെയ്യണം? അത് എത്ര സമയം നമ്മുടെ ഉള്ളിൽ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുമോ, സസ്റ്റെയിൻ ചെയ്ത് നിർത്താൻ പറ്റുമോ, അത്രയും സമയവും നമ്മൾ ആ ശ്വാസത്തെ നമ്മുടെ ഉള്ളിൽ പിടിച്ചു നിർത്തണം. ഇതിനെ നമ്മൾ കുംഭകം എന്ന് വിളിക്കും. പിന്നെ അടുത്ത മൂക്കിൽ കൂടി അത് സാവധാനത്തിൽ പുറത്തേക്ക് വിടണം. ഇതിനെയാണ് രേചകം എന്ന് വിളിക്കുന്നത്. അപ്പോ കുംഭകം ചെയ്യുമ്പോഴും രേചകം ചെയ്യുമ്പോഴും പൂരകം ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ ശ്രദ്ധ എവിടെ ആയിരിക്കണം? ഈ ശ്വാസത്തിൽ തന്നെ ആയിരിക്കണം. എങ്കിലേ അതുകൊണ്ട് ഫലം ഉണ്ടാവുള്ളതാണ്. കുംഭിച്ചിരുന്ന് മനമെങ്ങും അയച്ചിടാതെ വമ്പിച്ച രേചകമതിൽ സ്ഥിരബുദ്ധിപൂർവം അംബോജമൊട്ട, എങ്കിൽ മാത്രമേ ഉള്ളിലിരിക്കുന്ന ആ ചെന്താമര പോലെ വിടർന്ന ഭഗവത് സ്വരൂപം നമ്മുടെ മനസ്സിലേക്ക് തെളിഞ്ഞു കിട്ടൂ. അതിനുള്ള ആദ്യത്തെ പടിയാണ് പ്രാണായാമം. എന്നാൽ ഇത് സാധാരണക്കാരനായിട്ടുള്ള ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം എന്താണ്? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴും പുറത്തേക്ക് വിടുമ്പോഴും പിടിച്ചു നിർത്തുമ്പോഴും ഒക്കെ ശ്വാസത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ എന്തൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്നവരാ, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോഴേക്കും പലിശക്കാരന്റെ കാര്യം നമുക്ക് ഓർമ്മ വരും. അത് ഉള്ളില് പിടിച്ചു നിർത്തുന്ന സമയത്ത് നാളെ മോന്റെ സ്കൂളിൽ പേരൻസ് മീറ്റിങ്ങിന് പോകണമല്ലോ എന്നുള്ള കാര്യം ഓർമ്മ വരും. പിന്നെ അത് പുറത്തേക്ക് വിടുമ്പോഴേക്കും മറ്റെന്തെങ്കിലും ചിന്തയിലൂടെ നമ്മൾ കടന്നു പോകും. ഇങ്ങനെ കലുഷിതമായ ഒരു മനുഷ്യ മനസ്സിന് പെട്ടെന്ന് ഈ രേചകവും കുംഭകവും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇത് ചെയ്താലുള്ള ഫലം മനസ്സിലായല്ലോ. കോൺസെൻട്രേഷൻ പവർ കൂടും, ശരീരത്തിലെ ഉപാപചയ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കും. സ്ഥിരമായിട്ട് ഇത് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ശ്വാസകോശം ആരോഗ്യപൂർണമായിരിക്കും അവരുടെ. ഇത്രയും ഫലങ്ങളുള്ള ഒരു ആസനമാണ്, ഒരു
വ്യായാമ മുറയാണ് പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണായാമത്തിന്റെ തന്നെ പല പല വേർഷൻസ് ഉണ്ട്. അപ്പോ ഇത്രയും ഗുണങ്ങളുള്ള ഈ പ്രാണായാമം സാധാരണ ഒരു മനുഷ്യനെ കൊണ്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ ഭദ്രകാളിഷ്ടകം എന്ന കൃതി ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തില് നിങ്ങൾ ജപിച്ചാൽ, ആ താളത്തിൽ നിങ്ങൾ ജപിച്ചാൽ 8 ശ്ലോകങ്ങൾ ചൊല്ലിത്തീരുമ്പോ നിങ്ങൾ 16 തവണ പ്രാണായാമം ചെയ്ത് കഴിയും. ശ്രദ്ധിച്ചു നോക്കൂ. ശ്രീമച്ചങ്കര പാണി പല്ലവകിരല്ലോലംബമാലോല സന്മാലോല കലാപകാളകപരി ഭാരാവലി ഭാസുരി. ശ്വാസം നമ്മൾ പോലും അറിയാതെ എടുത്തു, ഉള്ളിൽ പിടിച്ചു നിർത്തി ഭാസുരി എന്ന് പറഞ്ഞപ്പോ അത് നിശ്വസിച്ചു. ശ്രദ്ധ മുഴുവൻ എവിടായിരുന്നു? ശ്വാസത്തിലായിരുന്നു, ഈ വാക്കുകളിലായിരുന്നു, ഈ അക്ഷരങ്ങളിലായിരുന്നു. ശ്രദ്ധ പോയാൽ എന്ത് പറ്റും? ഭദ്രകാളിഷ്ടകം മുഴുവൻ നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോകും, അല്ലേ? അതുകൊണ്ട് ഇത് ജപിക്കുമ്പോൾ ഇത് ഇങ്ങനെ തന്നെ ജപിക്കണം. ശ്രീമച്ചങ്കര പാണി പല്ലവകിരല്ലോലംബമാലോല സന്മാലോല കലാപകാളകപരി ഭാരാവലി ഭാസുരി. അവിടെ നിർത്തുക. വീണ്ടും കാരുണ്യാമൃതവാരിരാശിലകരി പീയൂഷ വർഷവലീം ബാലാംബാം ലളിതാളകാമനുദിനം ശ്രീഭദ്രകാളീം ഭജേ. ഹേലാദാരിദാരികാസുരശിര ശ്രീവീരപാണോന്മദ ശ്രീനിശോണിത ശോണിമാധരപുരീം വീടീരസാസ്വാദിനീം പാടീരാദി സുഗന്ധി ചോജുഗതടീം ചാടീ കുടീരസ്ഥനീം കോടീ വൃന്ദ സമാനദാടിയുതീം ശ്രീഭദ്രകാളീം ഭജേ. ഇങ്ങനെ പാരായണം ചെയ്യാൻ എപ്പ ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? പ്രാതപ്രഗേയപ്പട്ടൻ. എന്തിനായിരിക്കട്ടെ പ്രാതകാലത്ത് ജപിക്കാൻ പറഞ്ഞിരിക്കുന്നത്? പ്രാതകാലം എന്ന് പറഞ്ഞ എപ്പോഴാ? സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ്, അതായത് ഒരു വെളുപ്പിന് 3:30 തൊട്ട് ഇങ്ങോട്ട് നമ്മൾ ബ്രാഹ്മമുഹൂർത്തം എന്നാണ് 3:30 മണിയെ നമ്മൾ വിളിക്കുക, അല്ലെ? അവിടെ തൊട്ട് ഇങ്ങോട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുൻപ് വരെയുള്ള സമയമാണ് ഇവിടെ പ്രാതകാലം എന്നത് കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളോട് വിളക്ക് കൊളുത്താനും പ്രാർത്ഥിക്കാനും ഒക്കെ മഹർഷീശ്വരന്മാര് നിർദ്ദേശിച്ചിട്ടുള്ള ഒരു സമയം എന്ന് പറയുന്നത് ഈ സമയമാണ്. ഈ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? അന്തരീക്ഷത്തില് പൊടിപടലങ്ങളില്ല, അന്തരീക്ഷം ഏറ്റവും പ്യുവർ ആയിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഈ പ്രാണായാമത്തിന്റെ 16 പ്രാണായാമങ്ങളുടെ, ഇനി ഫലശ്രുതിയോടുകൂടിയാണത് ചൊല്ലുന്നത് എന്നുണ്ടെങ്കിൽ 18 പ്രാണായാമങ്ങളുടെ ഗുണം ചെയ്യുന്ന ഭദ്രകാളിഷ്ടകം നിത്യേന പ്രാതകാലത്ത് തന്നെ ജപിച്ചാൽ രോഗം ഭേദമാകുമെന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം അതാണ്. ഇനിയും ഇതിൽ ഉപയോഗിച്ചിട്ടുള്ള അക്ഷരങ്ങൾ വെറും അക്ഷരങ്ങളല്ല. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ബീജാക്ഷരങ്ങൾ, ശക്തികൂടങ്ങൾ, വാഗ്ഭവകൂടൈകങ്ങൾ, മധ്യകൂടങ്ങൾ തുടങ്ങിയ കാറ്റഗറിയിൽ വരുന്ന അക്ഷരങ്ങൾ നിരത്തിയാണ് ഭദ്രകാളിഷ്ടകം എന്ന കൃതി രചിച്ചിട്ടുള്ളത്. അത് ഊർജ സ്രോതസ്സുകളാണ് ഓരോ അക്ഷരങ്ങളും. ആ ഊർജ സ്രോതസ്സുകളായ അക്ഷരങ്ങൾ കൊണ്ട് തീർത്ത ഭദ്രകാളിഷ്ടകം എന്ന മന്ത്രമാല ജപിക്കുമ്പോ പ്രാതകാലത്ത് ജപിക്കുമ്പോ രോഗൗഘാഖന അനിലായിരമിതം, നമ്മുടെ രോഗങ്ങളാകുന്ന മേഘക്കൂട്ടങ്ങള് കാറ്റ് പറത്തിക്കൊണ്ട് പോകുന്നത് പോലെ പോകുന്നു. ഇപ്പൊ നമ്മള് കോവിഡ് കാലത്താണ് നമ്മുടെ അനീഷിയേട്ടൻ ആദ്യമായിട്ട് ഗുരുപദത്തില് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോ ഭദ്രകാളിഷ്ടകത്തിൻ്റെതാണ്. അപ്പൊ അത് കോവിഡ് കാലത്ത് നമ്മൾ ഈ ചാനലിനെ കുറിച്ച് അനീഷേട്ടൻ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഭദ്രകാളിഷ്ടകം തന്നെ ആദ്യത്തെ വീഡിയോ ആയിട്ട് ഇടാനായിട്ടുള്ള ഒരു കാരണം ഭദ്രകാളിഷ്ടകത്തിന്റെ ഫലശ്രുതി തന്നെയാണ്. അതിനടിയിൽ വന്നിരിക്കുന്ന കമന്റുകൾ ശ്രദ്ധിച്ചാൽ അറിയാം, പലർക്കും കോവിഡ് ബാധിച്ചവർക്കൊക്കെ ശ്വാസകോശത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോറലേൽപ്പിച്ചിട്ടാണ് ഈ കോവിഡ് നമ്മളിൽ നിന്നും കടന്നു പോയിട്ടുള്ളത്. എന്നാൽ അതൊക്കെ മാറിയതായിട്ട്, പലരുടെയും മാരക രോഗങ്ങള് മാറിയതായിട്ട് അവരുടെ അനുഭവ സാക്ഷ്യം കമന്റുകളായി ഗുരുപദൻ ടിവിയിൽ ഭദ്രകാളിഷ്ടകത്തിന്റെ താഴെ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന്റെ ശാസ്ത്രീയ രീതിയാണ് ഇപ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നത്. ഇങ്ങനെ തന്നെ ഒരു 20 തവണയോ 10 തവണയോ പ്രാണായാമം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ മഹാഗുരു രചിച്ചു തന്നിട്ടുള്ള മറ്റൊരു കൃതി കൂടിയുണ്ട്. അതുകൂടി അതിന് പ്രത്യേകിച്ച് ഫലശ്രുതി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിലും അതിനങ്ങനെ ഒരു ഫലം കിട്ടുന്ന തരത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ് മഹാഗുരുവിന്റെ സദാശിവ ദർശന എന്ന കൃതി. മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമിണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കും ഉൾക്കുരുന്നുരുക്കിനെ കിണക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലങ്ങും ഇന്നും ഇന്നിണങ്ങൾ അങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. ഈ കൃതി രചിച്ചിട്ടുള്ളത് സംസ്കൃത വൃത്തമായിട്ടുള്ള പഞ്ചചാമരം എന്ന വൃത്തത്തിലാണ്.
ഈ പഞ്ചചാമര വൃത്തത്തിൽ മലയാള സ്തോത്രങ്ങൾ വളരെ കുറവാണ്. എന്നാൽ സംസ്കൃത സ്തോത്രങ്ങൾ, ശങ്കര ഭഗവത്പാദരുടേത് അടക്കമുള്ള സംസ്കൃത സ്തോത്രങ്ങൾ ധാരാളം ഈ പഞ്ചചാമര വൃത്തത്തിൽ വന്നിട്ടുണ്ട്. ജടാകടാഹ സംഭ്രമഭ്രമന്നിലിംബ നിർജരീ വിലോല വീജി വല്ലരീ വിരാജമാന മൂർധനി ധഗദ്ധഗദ്ധഗജ്വലല്ലലാടപട്ട പാവകെ കിശോര ചന്ദ്രശേഖരേ രതി പ്രദക്ഷിണം മമ. ശിവതാണ്ഡവ സ്തോത്രം രാവണൻ എഴുതിയതാണെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ ശിവതാണ്ഡവ സ്തോത്രം അടക്കമുള്ള ധാരാളം സ്തോത്രങ്ങൾ സംസ്കൃത ഭാഷയിലുണ്ട്. ഇത് സംസ്കൃത വൃത്തമാണ്. എന്നാൽ കവികുബേരനായ പദകുബേരനായ ശ്രീനാരായണ ഗുരുസ്വാമി ആ സംസ്കൃത വൃത്തത്തെ മലയാളത്തിലെ അക്ഷരങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു മന്ത്രമാലയാക്കി ചിത്രീകരിച്ച് തന്നപ്പോ മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമിണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കുമുൾക്കുരുണ്ണുരുക്കിനെ കിണക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലങ്ങുമിന്നുമിന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. ഇത് നിങ്ങൾ പാടി പഠിക്കുമ്പോഴേ ഇതാദ്യം മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമിണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കുമുൾക്കുരുണ്ണുരുക്കിനെ കിണക്കിടും, ഇവിടെ നിർത്തണം. ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലങ്ങുമിന്നുമിന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. വീണ്ടും അടുത്ത സ്റ്റോപ്പ്. അപ്പൊ ഒരു സ്റ്റാൻസയിൽ അല്ലെങ്കിൽ ഒരു ശ്ലോകത്തിനുള്ളിൽ 2 സ്റ്റോപ്പുകൾ കൊടുത്ത് ആദ്യം ഇത് പാടി പഠിക്കണം. പോകെ പോകെ മണം തുടങ്ങി എണ്ണി മണ്ണിലുണ്ണുമെണ്ണമൊക്കെ അറ്റിണങ്ങി നിൽക്കുമുൾക്കുരുണ്ണുരുക്കിനെ കിണക്കിടും ഗുണം നിറഞ്ഞ കോമളക്കുടത്തിലങ്ങുമിന്നുമിന്നിണങ്ങളങ്ങുമിങ്ങുമെങ്ങുമില്ല നല്ല മംഗളം. കളം കറുത്ത കൊണ്ടലുണ്ടിരുണ്ട കൊണ്ട കണ്ടിരും കളങ്കമുണ്ട കണ്ടനെങ്കിലും കനിഞ്ഞു കൊള്ളുവാൻ ഇളംപിറക്കൊഴുന്നിരുന്നു മിന്നുമുന്നതത്തല കുളം കവിഞ്ഞ കോമളക്കുടം ചുമന്ന കുഞ്ചരം. ഇങ്ങനെ ഒറ്റ ശ്വാസത്തിൽ പാടാൻ നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങളുടെ ശ്വാസകോശം ആരോഗ്യപൂർണമാണെന്നാണ് അതിനർത്ഥം. ശ്വാസകോശത്തെ ആരോഗ്യപൂർണമാക്കാൻ വേണ്ടി കോവിഡ് ഏൽപ്പിച്ച പ്രത്യാഘാതങ്ങളും ആഘാതങ്ങളും ഒക്കെ മാറ്റി പഴയപടിയാക്കാൻ തീർച്ചയായും നിങ്ങൾക്ക് ഏതാണ്ട് 20 പ്രാണായാമങ്ങളുടെ ഗുണം ചെയ്യുന്ന പഞ്ചചാമര വൃത്തത്തിലുള്ള ഈ സദാശിവ ദർശനം എന്ന കൃതി നിങ്ങൾക്ക് പ്രയോജനപ്പെടും. എങ്ങനെയാണ് ഗുരുവിന്റെ വാക്കുകൾ മന്ത്രസമാനമായതെന്ന് മനസ്സിലായില്ലേ? ഗുരുവിന്റെ ചില കീർത്തനങ്ങൾക്കുള്ളിൽ ഇപ്പൊ നമ്മൾ ആദ്യം വിനായകാഷ്ടകത്തെ കുറിച്ച് പറഞ്ഞില്ലേ? ഭുജംഗപ്രയാത വൃത്തത്തിൽ രചിക്കപ്പെട്ടുള്ള വിനായകാഷ്ടകം ജപിച്ചാല് അവയ്ക്കുള്ളിൽ ഒരു പ്രത്യേകത, അത് നമ്മളിലേക്ക് ഇങ്ങനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് മഹാഗുരു ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാസം, ഒരു ദ്വിതീയ അക്ഷര പ്രാസം കൊണ്ടുവന്നിരിക്കുന്നത് നമ്മൾ കണ്ടു. നമദേവ വൃന്ദം ലസദ്വേദകന്ദം ശിര ശ്രീമദിന്ദും ശ്രിത ശ്രീമുകുന്ദം പ്രകചാരുതുന്ദം സ്തുത ശ്രീസനന്ദം ജഡാഹീന്ദ്രകുന്ദം ഭജേഭീഷ്ടസന്ധം. ഇന്ദം ആവർത്തിച്ച് വരുന്നു അല്ലെ? ദേവഗോത്രം കനഖേമഗാത്രം സദാനന്ദമാത്രം മഹാഭക്തമിത്രം ശരചന്ദ്രവക്ത്രം ത്രയീഭൂതപാത്രം സമസ്താർത്തിദാത്രം ഭജേ ശക്തിപുത്രം. ഇത്രം ആവർത്തിച്ചു വരുന്നു അല്ലെ? മത്തേഭ വൃത്തത്തിൽ ഗുരുവിന്റെ 4 സ്തോത്രങ്ങളുണ്ട്. അവയിലേക്ക് നോക്കിയാലും കാണാം ഈ ദ്വിതീയാക്ഷരപ്രാസം അഥവാ ഈ അക്ഷരങ്ങൾ ആവർത്തിച്ചു വരുന്ന ഒരു രീതി. ഗൗരീ സഹായ സുഹൃദൂരീകൃതാവയവ ഭൂരീഷു വൈരിഷു തമ സൂരീകൃതായുധ നിവാരീത ദോഷ നിജ നാരീ കലാല സമന ക്രൂരീ ഭവക്തിമിരചാരീ ഹിതാവതുര നീനീതി സൂരി കരുണാ വാരീണ വാരിധര ഗൗരീ കിശോര മമ ദൂരീ കുരുഷ്വ ദുരിതം. ഇവിടെ ഒരു അക്ഷരം ആവർത്തിക്കുന്നു. ഏതാണ്? ഇത് ഗുരുവിന്റെ ഷാൺമാധുര സ്തവം എന്ന കൃതിയാണ്. ഗൗരീ സഹായ സുഹൃദൂരീകൃതാവയവ ഭൂരീഷു വൈരിഷു തമ. ഏതക്ഷരാണ്? രീതീന്ന് ആവർത്തിച്ചു വരുന്ന കണ്ടില്ലേ? മല്ലീകൃതൃദശ മല്ലീ സദാസുദരി വല്ലീ കുചാങ്കണലസത് സല്ലീന കുങ്കുമരസോല്ലീന വത്സയുധി വല്ലീ സ്മയോസി ദിരിജേ സുല്ലീ കുരുഷ സജ വല്ലീര ശോടിതല വല്ലീ വിലോല ബുധഹൃത് വല്ലീ നിവാസ മമ സോലീന കേകിഹയ സല്ലീല പാഹൃദുദജം. ഇല്ലി ആവർത്തിച്ച്
വരുന്നത് കാണാൻ പറ്റും. ഒന്നായ മാമതിയിൽ നിന്നായിരം ത്രിപുടി വന്നാശു തന്മതി മറന്ന് അന്നാദിയിൽ പ്രിയമുയർന്നാടലാം കടലിൽ ഒന്നായി വീണു വലയും. ഇവിടെ ഇന്നാന്ന് ആവർത്തിച്ചു വരുന്നത് കാണാൻ പറ്റും. ഒട്ടാകെ എന്നും ഒരു പട്ടാംഗമായ വഴി കിട്ടാതുഴന്നു വലയും മുട്ടാളനായ മമ കെട്ടായ ദാരസുത മുട്ടായ ദുഃഖമൊഴിവാൻ. ഇട്ട ആവർത്തിച്ചു വരുന്നു അല്ലെ. നാടീടുമീ വിഷയമോടി ദൃശം നടനമാടിടുവാനരുതിനി കാടീമയോ വിതരടീടി ഇടക്കിവനു കൂടിയമായതിയലും കാടിയുമീ കരണമോടി എരിപ്പതിനൊരേടി കരിഞ്ഞനിടില ചൂടീടമീയമയിലോടിയിടുവാനരുകമോടിയുതം മുറുകനെ. ഡീന്ന് ആവർത്തിച്ചു വരുന്നു. ഇവിടെ ഈ അക്ഷരാവർത്തനങ്ങൾ വരുന്ന അക്ഷരങ്ങളുണ്ടല്ലോ, അത് നമ്മൾ മുമ്പ് പറഞ്ഞ കാറ്റഗറിയിൽ പെട്ട ഊർജസ്രോതസ്സുകളായ അക്ഷരങ്ങളെ ഋഷീശ്വരന്മാരെ ക്രോഡീകരിച്ചിട്ടുണ്ടെന്ന് പറയുന്നില്ലേ. ആ ഊർജസ്രോതസ്സുകളായ അക്ഷരങ്ങളാണ് ശ്രീനാരായണ ഋഷി ഇവിടെ ഈ ദ്വിതീയാക്ഷര പ്രാസ രൂപേണ വീണ്ടും വീണ്ടും ആവർത്തിച്ച് നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് നിരന്തരമായി ഈ താളത്തിൽ, മത്തേഭവൃത്തത്തിന്റെ താളം ഇതാണ്. ഒട്ടാകെ എന്നും ഒരു പട്ടാംഗമായ വഴി കിട്ടാതുഴന്നു വലയും മുട്ടാളനായ മമ കെട്ടായ ദാരസുത മുട്ടായ ദുഃഖമൊഴിവാൻ എട്ടായ മൂർത്തി തനുരട്ടായ ശക്തിധര മട്ടായ മൂർത്തി പഴനി കൊട്ടാരവാതിൽ 18 പടിക്കു വഴി കിട്ടാൻ തുണയ്ക്ക സതതം. ഇതിനൊരു താളമുണ്ട്. ഗൗരീ സഹായ സുഹൃദൂരീകൃതാവയവ ഭൂരീഷു വൈരിഷു തമ സൂരീകൃതായുധ നിബാരീത ദോഷ നിജ നാരീ കലാല സമന ക്രൂരീ ഭവത്തിമിരചാരീ ഹിതാബരുര നീനീരി സൂരി കരുണാ വാരീണ വാരിധര ഗൗരീ കിശോര മമ ദൂരീ കുരുഷ്വ ദുരിതം. ഈ താളത്തിൽ, മത്തേപവൃത്തത്തിന്റെ ഈ താളത്തിൽ ചടുലമായി ജപിക്കുമ്പോൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്ന ഈ അക്ഷരങ്ങളുണ്ടല്ലോ, ഇത് വന്ന് പതിക്കുന്നത് നമ്മുടെ തലച്ചോറിലെ ന്യൂറോൺസുകൾ ഓരോ തവണയും നമ്മൾ പോലും അറിയാതെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോ ഭദ്രകാളിഷ്ടകം ചൊല്ലുന്നതിലൂടെ മത്തേപവൃത്തത്തിൽ രചിക്കപ്പെട്ടിട്ടുള്ള ഈ അക്ഷരാവർത്തനങ്ങൾ വരുന്ന കൃതികളൊക്കെ നിരന്തരമായിട്ട് ജപിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ ശരീരത്തെ ബാധിച്ചിട്ടുള്ള, മനസ്സിനെ ബാധിച്ചിട്ടുള്ള പല പ്രശ്നങ്ങളും ദൂരീകരിക്കാൻ സാധിക്കും. ഇപ്പോ പഠിക്കുന്ന കുട്ടികളൊക്കെ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അവർക്ക് പഠിക്കുന്ന സ്ഥലത്ത് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുന്നില്ല. അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് അവരുടെ സ്മാർട്ട് ഫോൺ ഉപയോഗം തന്നെയാണ്. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിലൂടെ ഇപ്പോ ഈ കുട്ടികള് വീഡിയോകൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റീൽസുകളുടെ രൂപത്തിലാണ്. ഇപ്പോ റീൽസിന്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഇതിലെ വീഡിയോകളുടെ ദൈർഘ്യം എന്ന് പറയുന്നത് ഒരു 19 സെക്കൻഡ് 20 സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന വീഡിയോകളാണ്. അപ്പൊ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 19 സെക്കൻഡ് കഴിയുമ്പോഴേക്കും അവർ പോലും അറിയാതെ അടുത്ത വീഡിയോ അവരുടെ മുന്നിലേക്ക് വരികയാണ് ചെയ്യുന്നത്. 1 മണിക്കൂറൊക്കെ തുടർച്ചയായിട്ട് നമ്മൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നമ്മുടെ തലച്ചോറ് പ്രോഗ്രാം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ 20 സെക്കൻഡോ 19 സെക്കൻഡോ അതിൽ കൂടുതൽ ഒരു വസ്തുവിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ടുള്ള നമ്മുടെ കഴിവ് നഷ്ടപ്പെട്ടു പോവുകയാണ്. സ്മാർട്ട് ഫോൺ തുടർച്ചയായി ഉപയോഗിക്കുന്ന കുട്ടികളിലും മുതിർന്നവരിലും ഒക്കെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കോവിഡിന് ശേഷം പലരുടെയും ഓർമ്മശക്തിക്ക് കാര്യമായിട്ടുള്ള പിശക് സംഭവിച്ചിട്ടുണ്ട്. ഒരു 30 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കൊക്കെ ഓർമ്മശക്തിക്കും ശ്രദ്ധാശേഷിക്കും ഒക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത് പല കാര്യങ്ങളും പഠിക്കുന്നതോ വായിക്കുന്നതോ ഒന്നും ഓർത്തിരിക്കാൻ പറ്റുന്നില്ല. കണ്ണാടി കണ്ണിൽ വെച്ചുകൊണ്ട് തപ്പി നടക്കുന്ന ആളുകളുണ്ട്. വീട്ടമ്മമാരെ സംബന്ധിച്ചിടത്തോളം ഷെൽഫിനടുത്ത് പോയി ഒരു 5 മിനിറ്റ് നിൽക്കും. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കും, ഞാനിപ്പോൾ എന്തിനായിരുന്നു ഇങ്ങോട്ട് വന്നത്? കടുക്. ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴാണ് പിന്നെ ഓർമ്മ വരുന്നത് ഞാൻ കടുക് എടുക്കാനാണ് വന്നത് എന്നുള്ളത്. മിക്കവാറും ധൃതി കൂടുമ്പോഴൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ട് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ശരീരത്തെയും മനസ്സിനെയും ഒക്കെ ബാധിച്ചിട്ടുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിക്കാൻ ശ്രീനാരായണ ഗുരുസ്വാമി തൃപ്പാദങ്ങളുടെ ഇത്തരത്തിലുള്ള മന്ത്രങ്ങളുടെ പ്രയോഗം, നിരന്തരമായ ചാൻഡിങ് നമുക്ക് ഉപയോഗപ്പെടും. കുട്ടികൾക്ക്
ഇതുകൊണ്ട് പ്രത്യേകിച്ച് ദേവി ഗുണം തരുന്നില്ല, ദേവൻ ഗുണം തരുന്നില്ല എന്ന ചിന്തയുള്ള കുട്ടികളിലേക്ക് ഇതിന്റെ ശാസ്ത്രീയമായി ഈ ഒരു വശം പറഞ്ഞു കൊടുത്തിട്ട്, നീ 1000 സന്തോഷ് ബ്രഹ്മി വാങ്ങി കഴിക്കുന്ന ഗുണം നിനക്ക് ഭദ്രകാളിഷ്ടകം ജപിച്ചാൽ കിട്ടുമെന്ന് പഠിപ്പിച്ചു കൊടുത്താൽ, സദാശിവ ദർശനം പഠിച്ചാലോ അത് വായിച്ചാലോ കിട്ടുമെന്ന് പറഞ്ഞാൽ, അത് നീ പ്രാതകാലത്ത് തന്നെ ചെയ്യേണ്ടുന്നതിന്റെ പ്രാധാന്യം ഇന്നതാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ, ചിലപ്പോൾ അവൻ അഭ്യസ്തവിദ്യനായതുകൊണ്ടും ബുദ്ധിമാനായതുകൊണ്ടും തീർച്ചയായിട്ടും അത് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു വശം കൂടി വ്യക്തമാക്കി തന്നുകൊണ്ട് ഗുരുവിന്റെ കൃതികളെ അനുസന്ധാനം ചെയ്യേണ്ടുന്നതിന്റെ ആവശ്യകത, മഹാഗുരു കാട്ടിത്തരുന്ന ആ നേരാം വഴിയിലൂടെ സഞ്ചരിക്കേണ്ടുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ച് നിങ്ങളോട് ഞാനിപ്പോൾ പ്രതിപാദിച്ചത്. ഇനി ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥം ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് കൃത്യമായ പാത നമുക്ക് കാട്ടിത്തരുന്നത് നമുക്ക് അതിലൂടെ കാണാനായിട്ട് സാധിക്കും. ഉദാഹരണങ്ങൾ ഓരോന്നായിട്ട് പറഞ്ഞാൽ നമ്മുടെ സമയം അങ്ങ് നീണ്ടു പോകും. അപ്പൊ അതുകൊണ്ട് ചില കാര്യങ്ങൾ മാത്രം ഒന്ന് പ്രതിപാദിച്ചുകൊണ്ട് ഈ ശ്രീനാരായണ ധർമ്മം കൂടി ജീവിതത്തിലേക്ക് പകർത്തേണ്ടുന്നതിന്റെ ആവശ്യകത നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കി തന്നുകൊണ്ട് ഞാൻ ഈ പ്രഭാഷണം കൺക്ലൂഡ് ചെയ്യാം എന്ന് വിചാരിക്കുകയാണ്. ശ്രീനാരായണ ധർമ്മത്തിൽ 4 മുതൽ 9 വരെയുള്ള സർഗങ്ങളിലാണ് ഒരു ഗൃഹസ്ഥാശ്രമിക്ക് ആവശ്യമായ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഇതില് ഗൃഹസ്ഥാശ്രമിയും ബ്രഹ്മചാരി അഥവാ ഒരു വിദ്യാർത്ഥിയും അടക്കം എല്ലാ മേഖലയിലും പെട്ട ആളുകൾ കൃത്യമായിട്ട് പാലിക്കേണ്ടുന്ന 3 കാര്യങ്ങളെ കുറിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ എന്ന് പറയുന്നത് പഞ്ചശുദ്ധിയും പഞ്ചധർമ്മവുമാണ്. പിന്നെ അടുത്തതെന്ന് പറയുന്നത് പഞ്ചമഹായജ്ഞം. ഇത് നിർബന്ധമായിട്ട് ഒരു മനുഷ്യൻ പാലിച്ചിരിക്കേണ്ട കാര്യമാണെന്ന് പറയണം. അതില് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് പഞ്ചധർമ്മത്തിലെ മദ്യവർജനം. ബ്രഹ്മചര്യം എന്ന ഭാഗത്ത് ശ്രീനാരായണ ഗുരു നമുക്ക് വിവരിച്ചു തരുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ദിനചര്യയെ കുറിച്ചാണ്. അവൻ രാവിലെ എണീക്കുന്നത് മുതൽ അങ്ങോട്ട് അവന്റെ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിച്ച് സ്കൂളിൽ പോയി തിരിച്ചു വരുന്നത് വരെ അവന്റെ ദിനചര്യ എങ്ങനെ ക്രമീകരിച്ചാൽ അവന് വിജയം കൈവരിക്കാൻ സാധിക്കും. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നാൽ നമ്മുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ആത്മീയവും ഭൗതികവുമായ അറിവ് നേടി ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ രക്ഷപ്പെടുത്താൻ സാധിക്കും. വ്യക്തമായി ശ്രീനാരായണ ഗുരുസ്വാമി പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിന് ഉതകുന്ന തരത്തിൽ തന്നെ മഹാഗുരു പറയുന്നു. ഗുരു അതിൽ എടുത്തു പറയുന്ന ഒരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഞാൻ നിങ്ങളിലേക്ക് പറയുകയാണ്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരു കുഞ്ഞിനെ കൊണ്ടുചെന്നാക്കിയാൽ അവയിൽ ആരെങ്കിലും ഒരാൾ ദുശ്ശീലങ്ങൾ ഉള്ളവനാണ് എന്നുണ്ടെങ്കിൽ, അഥവാ അവൻ അക്രമവാസനയുള്ളവനാണ് എന്നുണ്ടെങ്കിൽ, ദുശ്ശീലങ്ങൾ ഉള്ളവനാണ് എന്നുള്ളത് കൊണ്ട് അവനെ മറ്റു വിദ്യാർത്ഥികൾ കൂടി അവന്റെ സംസർഗത്തിലൂടെ തെറ്റായ പാതയിൽ സഞ്ചരിക്കാൻ സാധ്യതയുണ്ട് എന്നതുകൊണ്ട് അവനെ നിഷ്കരണം ആ ക്ലാസ്സിൽ നിന്നും പുറത്താക്കണം എന്ന തരത്തില് ശ്രീനാരായണ ധർമ്മത്തില് ഒരു ശ്ലോകമുണ്ട്. ബ്രഹ്മചര്യ എന്ന ഭാഗത്തും ഗാർഹസ്ഥ്യം എന്ന ഭാഗത്തും ഗുരു വരും വരാഴികൾ എടുത്തു പറഞ്ഞുകൊണ്ട് പ്രതിപാദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മദ്യവർജനം. ശ്രീനാരായണ ഗുരു പറഞ്ഞു തന്ന മദ്യവർജന സന്ദേശം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു വരുന്ന സന്ദേശം എന്താ? നമുക്കൊക്കെ അറിയാലോ, മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുത്. ഞാൻ പലയിടത്തും പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ITIയിൽ ഇൻസ്ട്രക്ടറായിട്ട് ജോലി ചെയ്തിരുന്നു. അപ്പൊ ആ സമയത്തെ ഈ കുട്ടികളുടെ ലഹരി ഉപയോഗം കൂടിയ സമയത്തൊക്കെ ഇവരെ ഉപദേശിക്കാനായിട്ടൊക്കെ ഞാൻ പിടിക്കാറുണ്ടായിരുന്നു, ഇങ്ങനെ ചെയ്യരുതെന്നൊക്കെ പറയാൻ. അപ്പൊ അതിലൊരു ബിരുദന് അറിയാം ഞാൻ പ്രഭാഷണം നടത്തുന്ന ആളാണ്, ശ്രീനാരായണ ധർമ്മ പ്രചാരകയാണെന്ന് അറിയാം. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, ടീച്ചർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് എനിക്കറിയാം. മദ്യം ഉണ്ടാക്കരുത്, കൊടുക്കരുത്, കുടിക്കരുതെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്, അത് ചെയ്യരുതെന്നല്ലേ പറയുന്നത്. ഞാൻ മദ്യം ഉപയോഗിക്കാറില്ല. മദ്യം എന്ന് പറഞ്ഞാൽ കള്ളല്ലേ, അപ്പൊ അത് കള്ള് കുടിക്കരുതെന്നല്ലേ, അത് ഉണ്ടാക്കരുതെന്നല്ലേ ശ്രീനാരായണ ഗുരു പറഞ്ഞത്. കഞ്ചാവ് അടിക്കരുതെന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടില്ലല്ലോ. ഒരു ബിരുദൻ എൻ്റെ അടുത്ത് ചോദിച്ചതാണ്. അങ്ങനെ ഒരു സംശയം ഉണ്ടോ നമുക്ക്? ശ്രീനാരായണ ഗുരു കഞ്ചാവ് വലിക്കരുത്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്, പുക വലിക്കരുത് എന്നൊന്നും ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു തോന്നലുണ്ടോ? ഉള്ളവരുണ്ട്. ഇങ്ങനെ ന്യായീകരിച്ച്
ഇത് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട്. പഴയ തലമുറേനെ ഒന്നും നമുക്കൊരു 60 വയസ്സിന് ശേഷമുള്ളവരൊന്നും നമുക്ക് തിരുത്താൻ പറ്റില്ല. എന്നാൽ പുതിയ തലമുറയ്ക്ക് കൃത്യമായ അറിവുകൾ ശ്രീനാരായണ ഗുരുവിൽ ഭക്തിയുള്ള കുഞ്ഞുങ്ങളാക്കി നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തിയാൽ, ഗുരു ഇങ്ങനെ 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 എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ തീർച്ചയായിട്ടും അവരെ നമുക്ക് നേർവഴിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ശ്രീനാരായണ ധർമ്മം എന്ന ഗ്രന്ഥത്തിലെ 84-ാമത്തെ ശ്ലോകം എടുത്തു പറയുന്നു: സുരാഹിപേന വിജയ ധൂമ്രപത്രാദി വത്സ. ഈ പറഞ്ഞ നമുക്കറിയാവുന്ന ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ലഹരി പദാർത്ഥങ്ങളുടെ എല്ലാം സംസ്കൃതത്തിലുള്ള പേരുകളാണ് ശ്രീനാരായണ ധർമ്മത്തിൽ ഈ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സുര എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ലിക്വിഡ് ഫോമിലുള്ള എല്ലാ ലഹരി പദാർത്ഥങ്ങളും സുര എന്ന വാക്കിനുള്ളിൽ പെടും. സംസ്കൃത പദമാണ്. അടുത്തത് അഹിഫേനം. അഹിഫേനം എന്നുള്ള പേരിന്റെ ഭാഗാർത്ഥം എന്ന് പറയുന്നത് പാമ്പിന്റെ വിഷം എന്നാണ്. എങ്കിലും സംസ്കൃതത്തിൽ അഹിഫേനം എന്നറിയപ്പെടുന്നത് മാരക ലഹരി പദാർത്ഥമായിട്ടുള്ള കറുപ്പാണ്. അത് വളരെ മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥമാണ്. ഇന്നും അത് ലൈസൻസോട് കൂടിയിട്ട് മാൾവ പീഠഭൂമികളിലൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. കാരണം അത് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ്. മോർഫിൻ പോലെയുള്ള അലോപ്പതിക് മെഡിസിൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ കറുപ്പ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ലൈസൻസോട് കൂടിയിട്ട് ഇത് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ അതിന്റെ മറ്റൊരു വശം എന്തെന്ന് ചോദിച്ചാൽ, ഇത് അനധികൃതമായിട്ട് കൃഷി ചെയ്യുന്നവരും ഇത് അനധികൃതമായിട്ട് കയറ്റുമതി ചെയ്യുന്നവരും ധാരാളമുണ്ട്. കാരണം MDMA പോലെയുള്ള മാരകമായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വസ്തു കൂടിയാണ് ഈ കറുപ്പ് എന്ന് പറയുന്നത്. രാസലഹരിയും പ്രകൃതിദത്ത ലഹരി പദാർത്ഥങ്ങളും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കൃത്യമായിട്ട് അറിയാമല്ലോ. നമ്മൾ പല ക്ലാസ്സുകളിലൂടെയും ചിലപ്പോൾ കേട്ടിട്ടുള്ളതായിരിക്കാം. രാസലഹരികളൊക്കെയും മണിക്കൂറുകൾ കൊണ്ട് ഒരു മനുഷ്യനെ അതിലേക്ക് അഡിക്റ്റ് ആക്കുന്നതും, എന്നാൽ സാധാരണ പ്രകൃതിദത്തമായ ലഹരി പദാർത്ഥങ്ങൾ ചിലപ്പോൾ 1-2 മാസത്തെയൊക്കെ ഉപയോഗം കൊണ്ടായിരിക്കും പൂർണ്ണമായി അവൻ ആ ലഹരിയിലേക്ക് പെടുന്നത്. എന്നാൽ മണിക്കൂറുകൾ കൊണ്ട് ഒരു മനുഷ്യനെ അതിലേക്ക് പൂർണ്ണമായി വീഴ്ത്താൻ സാധ്യതയുള്ളവയാണ് സിന്തറ്റിക് ഡ്രഗുകൾ അഥവാ രാസലഹരികൾ. ഈ രാസലഹരി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രകൃതിദത്ത പദാർത്ഥത്തെയാണ് ഇവിടെ ആഹിഫേനം, പാമ്പിൻ വിഷം എന്നർത്ഥം വരുന്ന വാക്കുപയോഗിച്ച് തന്നെ പ്രതിപാദിച്ചിട്ടുള്ളത്, കറുപ്പ്. ശ്രീനാരായണ ധർമ്മം 84-ാമത്തെ ശ്ലോകം പരിശോധിച്ച് നോക്കാം നമുക്ക്. അടുത്തത് വിജയ. വിജയ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? കഞ്ചാവിന്റെ സംസ്കൃത പദമാണ് വിജയ. അത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ലോകം വിജയിച്ചവനെ പോലെ ഇങ്ങനെ നടക്കുമല്ലേ. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അതിന് വിജയ എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. അടുത്തത് ധൂമപത്രം. ധൂമപത്രം എന്ന് പറഞ്ഞാൽ, ധൂമം എന്ന് പറഞ്ഞാൽ എന്താ? പുക. പത്രം ഇല്ല, കൂട്ടി വായിക്കൂ. പുകയില്ല. അപ്പോ സുര അഹിഫേന വിജയ ധൂമപത്രാദി വത്സ. അല്ലയോ മകനെ, ഈ പറയുന്നതൊക്കെ ചിത്തഭ്രമ കാരണത്വാത്. എന്തിന് കാരണമാകുന്നു? ചിത്തഭ്രമത്തിന്, ബുദ്ധിക്ക് ഭ്രമമുണ്ടാകാൻ കാരണമുണ്ടാകുന്നതാവകയാൽ ഇവയെല്ലാം തന്നെ വർജിക്കേണ്ടതാകുന്നു. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം എന്നീ ഭാഗങ്ങളിലെല്ലാം കൃത്യമായി ശ്രീനാരായണ ഗുരു എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാം. ഇത്യാദിയായ വസ്തുക്കളുടെ വർജനം എന്തുകൊണ്ട് ജീവിതത്തിൽ ഒരു വ്രതമാക്കി എടുക്കണം എന്ന് പറയുന്നത്. മദ്യപാനിയെ അഥവാ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവനെ ഒരു പേപ്പട്ടിയെ പോലെ കണ്ട് അവന്റെ അച്ഛൻ, അമ്മ, കുഞ്ഞുങ്ങൾ, ഭാര്യ, എന്തിന് ഈശ്വരൻ പോലും വെറുക്കുന്നു. ശ്രീനാരായണ ഗുരുസ്വാമിക്ക് ഇത്രയും ദേഷ്യം ഉണ്ടായിരുന്ന ഒരു കാര്യം വേറെ ഉണ്ടായിരുന്നില്ല. അവന് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. അവന്റെ വാക്കുകൾക്ക് സമൂഹത്തിൽ ഒരു സ്ഥാനം ഉണ്ടാവില്ല. കുടുംബത്തൊരു സ്ഥാനം ഉണ്ടാവില്ല. അങ്ങനെ ഈ മദ്യപാനത്തിന്റെ, ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗത്തിന്റെ കൃത്യമായ വിവരണം ശ്രീനാരായണ ഗുരുസ്വാമി ഈ ശ്രീനാരായണ ധർമ്മത്തിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ പ്രായോഗികമായി ഇന്നത്തെ കാലഘട്ടത്തിന് എന്താണോ ആവശ്യം, ഇനി വരുന്ന തലമുറയ്ക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ആവശ്യം, അത് കൃത്യമായി പ്രതിപാദിച്ചുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു തന്റെ ദർശനം ചമച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ശ്രീനാരായണ ദർശനത്തെ നമ്മൾ കാലാതിവർത്തി എന്ന് വിളിക്കുന്നത്. കാലിക പ്രസക്തി ഉണ്ടെന്നൊന്നും പറഞ്ഞാലും മതിയാവില്ല, അത് കാലാതിവർത്തിയാണ്. ഈ തലമുറയ്ക്കും ഇനി വരാൻ പോകുന്ന നൂറ്റാണ്ടുകൾക്കും നന്മ ഉതകുന്ന തരത്തിലുള്ള നേരായ മാർഗം, ശാസ്ത്രീയമായ മാർഗമാണ് ശ്രീനാരായണ ഗുരു എന്ന ശാസ്ത്രകാരൻ
എഴുത്തുകാരൻ, ശ്രീനാരായണ ഗുരു എന്ന വിദ്യാഭ്യാസ വിചക്ഷണൻ, ശ്രീനാരായണ ഗുരു എന്ന ഫാമിലി കൗൺസിലർ നമുക്ക് അരുൾ ചെയ്ത് തന്നിട്ടുള്ളത്. ആ പാതയെ കൃത്യമായി തുടരുക, അതിനെ പഠിക്കുക, ജീവിതത്തിലേക്ക് പകർത്തുക, ഗുരുവിനെ തൻ്റെ ഉപാസനാമൂർത്തിയായി ജീവിതത്തിലേക്ക് കൽപ്പിക്കുക. അങ്ങനെ കൽപ്പിച്ചാൽ, ഗുരുവിനെ ഉപാസനാമൂർത്തിയാക്കിയാൽ ജീവിതത്തിൽ നേരിടേണ്ടി വരുന്ന, പാതയിൽ നേരിടേണ്ടി വരുന്ന കല്ലിനെയും മുള്ളിനെയും, നമ്മൾ മുമ്പ് പറഞ്ഞതുപോലുള്ള ബ്ലോക്കിനെയും ഒക്കെ ഗുരു മുൻകൂട്ടി നമ്മുടെ മനസ്സിലിരുന്ന് അത് ദൂരീകരിച്ച് തരുന്ന അനുഭവം നമുക്ക് ഉണ്ടാവും. ഉള്ളിലിരുന്ന് ഗുരു പറഞ്ഞു തരും, നീ ഇപ്പൊ ഈ മാർഗത്തിലൂടെ പോവണ്ട, നീ അടുത്ത മാർഗത്തിലൂടെ പോയാൽ മതി, നീ കാലടി വഴി നേരിട്ട് വരണ്ട, മലയാറ്റൂര് വഴി പോയാൽ മതി എന്ന് ആ ഗുരുവിന്റെ ഉപാസന ശക്തി നമ്മുടെ ഉള്ളിലിരുന്ന് കൊണ്ട് നമുക്ക് പറഞ്ഞു തരുന്ന അനുഭവം ഉണ്ടാവും. അങ്ങനെ അനുഭവിച്ചാണ് നമ്മൾ ഗുരുവിനെ അറിയേണ്ടുന്നത്. അപ്പോ ആ ഗുരു അനുഭവമായിട്ട് നമ്മുടെ ഉള്ളിൽ വരുമ്പോ തീർച്ചയായിട്ടും ആ ഗുരുവിന്റെ പദങ്ങളെ അനുസന്ധാനം ചെയ്യാൻ, പിന്തുടരാനായിട്ടുള്ള ഒരു മാർഗം നമുക്ക് തെളിഞ്ഞു കിട്ടും. അതിന് ഒരു സംശയവും വേണ്ട. എത്ര 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 പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും, പ്രശ്നങ്ങളില്ലാത്തവരായിട്ടോ പ്രതിസന്ധികളില്ലാത്തവരായിട്ടോ ആരുമില്ല. ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഒക്കെ നമ്മൾ ചെയ്ത എന്തൊക്കെയോ കർമ്മത്തിന്റെ ഫലമാണ്. അത് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതൊക്കെ അനുഭവിച്ചേ മതിയാവൂ. വിധി വരച്ചത് മാറി വരാൻ പണി, പ്രതിവിധിക്കും അകറ്റരുതായത് ശിവശതകത്തിൽ ശ്രീനാരായണ ഗുരുസ്വാമി പറയുന്നതാണ്. അപ്പൊ അതിനെയൊക്കെ പൂർണ്ണമായി ദൂരീകരിക്കാൻ സാധിക്കില്ലെങ്കിലും ഈ പറഞ്ഞതുപോലെ മന്ത്രജപത്തിലൂടെയോ സാധനകളിലൂടെയോ ഒക്കെ അതിന്റെ കാഠിന്യം കുറയ്ക്കാൻ നമുക്ക് പറ്റുമായിരിക്കും. എന്നാൽ അത് പൂർണ്ണമായിട്ട് ദൂരീകരിക്കാൻ നമുക്ക് പറ്റില്ല. അത് നമ്മൾ അനുഭവിച്ചേ മതിയാകും. അപ്പൊ അങ്ങനെ മുന്നിൽ വരുന്ന പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യണമെന്ന് നമ്മൾ ഇപ്പോൾ കണക്കിലൊക്കെ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യില്ലേ, അപ്പം അതിന് പല പല മാർഗങ്ങൾ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇപ്പം നമുക്ക് 12 3 കൂട്ടാനായിട്ട് പല മാർഗം നമ്മുടെ കയ്യിലുണ്ട്. കയ്യിലും കാലിലുമായിട്ട് 20 വിരലുണ്ട്. ആദ്യം 1 2 3 എന്ന് എണ്ണി 12 വിരലെടുത്ത് വെച്ചു, പിന്നെ 3 വിരലെടുത്ത് വെച്ചു. അതെല്ലാം കൂടെ കൂട്ടിയാൽ നമുക്ക് 15 എന്ന് ഉത്തരം കിട്ടും. 12നെ മനസ്സിൽ വെച്ചിട്ട് 13 14 15 എന്ന് എണ്ണിയാലും ഉത്തരം കിട്ടും അല്ലേ. ഇതൊക്കെ ശരിയായിട്ടുള്ളൊരു മാർഗമാണോ? കൂട്ടാനുള്ള ശരിയായ മാർഗം, കൂട്ടാനായിട്ടുള്ള കുറഞ്ഞത് 10 വരെയുള്ള നമ്പറുകളുടെ പട്ടിക പഠിച്ചു വെക്കുക. പിന്നെ കൂട്ടാനായിട്ടൊരു മാർഗം ഉണ്ട് അല്ലേ. ആ കൂട്ടാനുള്ള മാർഗം കൃത്യമായി പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. എന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും വരുന്ന പ്രതിസന്ധികളെ അനായാസേന നേരിടാൻ നമ്മുടെ കയ്യിൽ മാർഗങ്ങളുണ്ട്. അപ്പൊ കണക്കിൽ കൂട്ടാൻ നമ്മൾ ആരോട് ചോദിക്കണം? കണക്ക് മാഷോട് ചോദിച്ചു വേണ്ടേ കണക്ക് പഠിക്കാൻ. എന്നതുപോലെ ജീവിതത്തെ നമ്മൾ പഠിക്കണം എന്നുണ്ടെങ്കിൽ, ജീവിതത്തിലെ കൂട്ടലും കിഴിക്കലും ഒക്കെ ശരിയാകണമെന്നുണ്ടെങ്കിൽ, ഈ ജീവിതത്തിന്റെ 2 വശങ്ങളും കണ്ടറിഞ്ഞ ഒരു മഹാഗുരുവിന് മാത്രമേ ഈ പ്രോബ്ലങ്ങളെ സോൾവ് ചെയ്യാനുള്ള കൃത്യമായ സൊല്യൂഷൻ പറഞ്ഞു തരാൻ സാധിക്കൂ. ആ സൊല്യൂഷൻ കിട്ടാൻ വേണ്ടിയാണ് ഗുരു കാട്ടിത്തന്ന ഈ ആദിമഹസ്സിലേക്കുള്ള നേരായ മാർഗത്തിലൂടെ നമ്മൾ സഞ്ചരിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത. അതിനുള്ള ആഹ്വാനമോ പ്രചോദനമോ ഒക്കെ ആകട്ടെ എൻ്റെ വാക്കുകൾ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഭഗവത് ചൈതന്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ഈ സഭിതത്തിൽ വരാൻ, ശങ്കര ഭഗവത്പാദരുടെ പുണ്യജന്മം കൊണ്ട് വ്രജനഹാരിണിയായി തീർന്ന ഈ മണ്ണില് കാലൂന്നി നിന്നുകൊണ്ട് മഹാഗുരുവിനെ കുറിച്ച് സംസാരിക്കാൻ ഒക്കെ എനിക്ക് ഭാഗ്യം സിദ്ധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. അതിന് ഒരവസരം ഒരുക്കി തന്ന ഈ ഡോക്ടർ പൽപ്പു സ്മാരക ശ്രീനാരായണ കുടുംബക്ഷേമ സമിതിയോടുള്ള പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. എന്നെ ശ്രവിച്ചിരുന്ന എൻ്റെ എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും മഹാഗുരുവിൻ്റെ കൃപാകടാക്ഷം എപ്പോഴും എപ്പോഴും എന്നും എന്നും ഉണ്ടാകട്ടെ എന്ന് ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഭഗവാന്റെ പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം. ശ്രീനാരായണ ധർമ്മം ജയിക്കട്ടെ.